നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന പ്രത്യേക പരിപാടിയാണിത്. ആര് ജയിക്കും ആര് ഭരിക്കും? ഇന്ന് ഞങ്ങളുള്ളത് പായം ഗ്രാമപഞ്ചായത്തിലാണ്. പായം ഗ്രാമപഞ്ചായത്തിലെ LDFനെ പ്രതിനിധീകരിച്ച് CPIMലെ ഇരിട്ടി ഏരിയ കമ്മിറ്റി അംഗവും അതുപോലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ N അശോകനാണ് ഞങ്ങളോടൊപ്പം ചേരുന്നത്. UDFനെ പ്രതിനിധീകരിച്ച് പായം പഞ്ചായത്ത് UDF കമ്മിറ്റി ചെയർമാൻ മട്ടിണി വിജയനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. NDA പ്രതിനിധീകരിച്ച് ഇവിടെ എത്തി നിൽക്കുന്നത് കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് മനോഹരൻ വായോറയാണ്. 3 അതിഥികളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അപ്പോൾ പായം പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്നും ഇടത്തോട്ട് ചാഞ്ഞു നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. പായത്ത് ചുവപ്പ് കോട്ടയാണ്. അപ്പോൾ ഒരു തവണ മാത്രമേ കോട്ടയിൽ വിള്ളൽ ഉണ്ടായിട്ടുള്ളൂ. അത് UDF ആണ് വരുത്തിയത്. നമുക്ക് ഇത്തവണയും പായം ചുവന്നു തന്നെ ഇരിക്കുമോ? എന്നാ അശോകൻ ശ്രീ? യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനകരമായ വിജയം കൈവരിക്കുമെന്ന് തന്നെയാണ് ശുഭപ്രതീക്ഷയുള്ളത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞോ? എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ സ്ഥാനാർത്ഥിയും സ്ക്വാഡ് പ്രവർത്തകന്മാരും വീട് കയറിയുള്ള പ്രവർത്തനത്തിൽ ആവേശകരമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. വികസന നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വോട്ട് പിടുത്തമാണോ ഇത്? തീർച്ചയായും നമ്മുടെ 10 വർഷക്കാലത്തെ പിണറായി സർക്കാർ നടപ്പിലാക്കിയ വികസനക്ഷേമ പദ്ധതികൾ, പായം പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അതെല്ലാം ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് അവരുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് LDFൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 1996 ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ ഒരു 25 വർഷത്തിന് ശേഷം ഈ പായം പഞ്ചായത്തിൽ? തീർച്ചയായിട്ടും ഈ പ്രാവശ്യം 1996 ആവർത്തിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ. എന്തു പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത്? ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് പായം പഞ്ചായത്തിലുണ്ടായ ഭരണതലത്തിലുള്ള കെടുകാര്യസ്ഥതയും വികസന രംഗത്തുള്ള പരാജയവും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് വോട്ട് പിടിക്കുന്നത്. ഇത്തവണ താമര വിരിയിക്കാൻ സാധിക്കുമോ? ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA പായം ഗ്രാമപഞ്ചായത്തിൽ ഇക്കുറി ഒരു അത്ഭുതം തന്നെ സൃഷ്ടിക്കും. അതിന് വ്യക്തമായ കാരണങ്ങളും ഞങ്ങളുടെ മുന്നിലുണ്ട്. 10 വർഷമായി തുടർച്ചയായി ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ പല ആനുകൂല്യങ്ങളും പദ്ധതികളും പായത്തുള്ള വോട്ടർമാർക്ക് നേരിട്ട് അനുഭവവേദ്യമായ സത്യം നിലനിൽക്കെ NDA തികച്ചും പ്രതീക്ഷിക്കുന്നു പായത്തിൻ്റെ ഭരണസാരഥ്യം ഒരു മാറ്റം ആഗ്രഹിക്കുന്ന പായത്തെ വോട്ടർമാർ BJPയിലൂടെ നടപ്പിലാക്കും എന്ന് തന്നെയാണ്. ഇപ്പോൾ പായം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പായം ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റാണ്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ പായം പഞ്ചായത്തിൽ കൊണ്ടുവന്ന ഒരു പ്രസിഡന്റ് കൂടിയാണ് N അശോകൻ. ആ ഒരു വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയുണ്ടായിരുന്നോ ഈ ഒരു കഴിഞ്ഞ 5 വർഷക്കാലം? തീർച്ചയായും കഴിഞ്ഞ 10 വർഷത്തെ പഞ്ചായത്ത് ഭരണമെന്ന് പറയുമ്പോൾ നിലവിലുള്ള ഭരണസമിതിയുടെ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ, മുൻ ഭരണസമിതി തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും നൂതനമായ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുകയും ചെയ്ത ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ച ഒരു ഭരണസമിതിയാണ് P. രജനി പ്രസിഡന്റും അഡ്വക്കേറ്റ് M. വിനോദ് കുമാർ വൈസ് പ്രസിഡന്റുമായ ഭരണസമിതി ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിൽ സാക്ഷ്യം ആദ്യത്തെ ഉദാഹരണം നമ്മൾ ഈ വേദി തന്നെയാണ്. ഇപ്പോൾ ഈ സദസ്സ് നടക്കുന്ന ഈ വേദി 5 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു? ജബ്ബാർ കടവിലെ മാലിന്യ കൂമ്പാരങ്ങളായിരുന്നു. ആ മാലിന്യ കൂമ്പാരമായ ജബ്ബാർ കടവിൽ ഇന്ന് മനോഹരമായ പാർക്കാക്കി മാറ്റാനും ഇന്ന് നമുക്ക് iVision ചാനലിൻ്റെ ഒരു ചർച്ചാ സംവാദം നടത്താനുള്ള പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായി ഈ ജബ്ബാർ കടവ് മാറുകയും ചെയ്തത് പായം പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന നേട്ടങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഇതിവിടെ അവസാനിക്കുന്നില്ല. പെരുമ്പറമ്പിൽ തുടങ്ങിവെച്ച ഇക്കോ പാർക്ക് 985 തുടങ്ങി നിർത്തിവെച്ച മഹാത്മാഗാന്ധി പാർക്കാണ്. 15 വർഷക്കാലം
ഒരു MLA ഇവിടെ ഉണ്ടോ എന്ന് ജനങ്ങൾക്ക് അറിയില്ല. 10 വർഷം ഇടതുപക്ഷ മുന്നണി ഭരണത്തിലാണ് അദ്ദേഹം MLA ആയിരിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് UDF ഭരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം MLA ആയിരുന്നത്. അന്നും 85-ൽ നൂറുദ്ദീൻ സാഹിബ് മന്ത്രിയായിരിക്കുമ്പോൾ തുടങ്ങി വെച്ച് പൂട്ടിപ്പോയ പെരുമ്പറമ്പ് മഹാത്മാഗാന്ധി പാർക്ക് ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ UDF ഭരിക്കുന്ന കാലത്ത് പോലും എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹത്തിന് സ്വന്തം നാട്ടിൽ സ്വന്തം അയൽവക്കത്തുള്ള പൂട്ടിപ്പോയ ആ പാർക്ക് പോലും പുനരുദ്ധരിക്കാൻ എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഇല്ല. എന്നാൽ പിണറായി ഗവൺമെൻറ് വന്നു. ആദ്യത്തെ 5 വർഷത്തെ ഭരണസമിതി അതിൻ്റെ തുടക്കം കുറിച്ചു. ഈ ഭരണസമിതി വന്നപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോയി ഏതാണ്ട് 2.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി. പൂട്ടിക്കിടന്ന് കാട് പിടിച്ച സ്ഥലത്തിൻ്റെ അതിരുപോലും നിശ്ചയമില്ലാത്ത ആ പാർക്കിൻ്റെ സ്ഥലം വീണ്ടെടുത്ത് എത്രയോ ആഫീസുകളിൽ നിരന്തരമായി കയറി ഇറങ്ങിയിട്ടാണ് ആ സ്ഥലത്തിൻ്റെ കൈവശം പോലും പഞ്ചായത്തിന് ലഭിക്കുന്നത്. അവിടെയാണ് മനോഹരമായ പാർക്ക് ഇന്ന് ദിനംപ്രതി 100 കണക്കിന് ആളുകൾ വരികയും വിനോദ വിശ്രമ കേന്ദ്രമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന നമ്മുടെ ഇരിട്ടി മേഖലയിലെ ഒരു ഇക്കോ പാർക്കായി പെരുമ്പറമ്പ് പാർക്ക് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എണ്ണി നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ ജബ്ബാർക്കടവ് പാലം കരിയാൽ റോഡിൻ്റെ 3 കോടിയുടെ മെക്കാഡൻ ടാറിംഗ് വർക്ക് നടക്കുകയാണ്. അവശേഷിക്കുന്ന റോഡ് കരിയാൽ കോണ്ടമ്പ്ര ആറളം റോഡാണ്. നിർഭാഗ്യവശാൽ അത് PWD ഏറ്റെടുക്കാത്തതുകൊണ്ട് സർക്കാരിൻ്റെ ഫണ്ടിൽ ചെലവഴിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പഞ്ചായത്ത് മുൻകൈയെടുത്ത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക റോഡ് പദ്ധതിയിൽ 45 ലക്ഷം രൂപ ചെലവഴിച്ച് അതിന് നിർമ്മാണ ടെൻഡർ കഴിഞ്ഞ് പണി ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ PWD മന്ത്രിയെ നേരിട്ട് പോയി പഞ്ചായത്ത് ഭരണസമിതിയും ഇടതുപക്ഷ മുന്നണി നേതാക്കളും സമീപിച്ച് 8 കോടി രൂപയുടെ വികസന പദ്ധതിക്ക് വൺ ടൈം സെറ്റിൽമെൻറ്റ് പദ്ധതിയിൽ PWD ഏറ്റെടുത്തില്ലെങ്കിൽ പോലും ഒറ്റത്തവണ നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 8 കോടി രൂപ ചെലവിൽ ആ റോഡും മെക്കാഡൻ ടാർ ചെയ്യാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഈ കാര്യങ്ങളിലൊന്നും ഒരു MLAയുടെ ഇടപെടൽ ഈ നാടിന് വേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പഞ്ചായത്താണ്. ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചരിത്ര സത്യം. അതുകൂടി ഒന്ന് സൂചിപ്പിക്കും. ശ്രീ മട്ടന്നൂർ, ഇപ്പോൾ N. അശോകൻ പറഞ്ഞതുപോലെ പാർക്കുകൾ അതുപോലെ റോഡിൻ്റെയൊക്കെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞു. അപ്പോൾ MLA കൃത്യമായി ഇടപെടുന്നില്ല എന്നുള്ള കാര്യം കൊണ്ട് സൂചിപ്പിക്കും. അതിന് മറുപടി. ഈ നമ്മളുടെ നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ MLAയുടെ ശക്തമായ ഇടപെടൽ എല്ലാ സ്ഥലത്തും തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പായം പഞ്ചായത്തിലെ ഗ്രാമപ്രദേശങ്ങളിലുള്ള അനേകം റോഡുകൾക്ക് MLA ഫണ്ടിൽ തന്നെ അദ്ദേഹം വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് വികസന പ്രവർത്തന രംഗത്തും MLAയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാൻ വേണ്ടി കഴിയും. കാരണം അദ്ദേഹം ഒരു MLA എന്ന നിലയ്ക്ക് സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ളത് അന്വേഷിച്ച് ഓരോ പ്രദേശത്തും ആവശ്യമായ വികസനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. റോഡായാലും അതുപോലെ മറ്റ് വികസന പ്രവർത്തനങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ അത് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പം ഇവിടെ എൻ്റെ സുഹൃത്ത് അശോകൻ പറഞ്ഞു, കഴിഞ്ഞ 15 വർഷമായിട്ട് MLA ഈ പ്രദേശത്തൊന്നും ഒരു കാര്യത്തിനും ഇടപെടുന്നില്ല എന്നുള്ള വിധത്തിൽ ചർച്ച ചെയ്തു. പക്ഷേ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രദേശത്തുള്ള വികസനങ്ങൾ. അപ്പോൾ MLA ഏത് കാര്യത്തിലാണ് അങ്ങനെ ശ്രദ്ധിക്കാതിരുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. പണ്ട് ഇവിടെ ഒരു പാർക്കിൻ്റെ ഉദ്ഘാടനം, പെരിയമ്പറമ്പ് സൈഡിൽ ഒരു പാർക്കിൻ്റെ ഉദ്ഘാടനം അനിൽകുമാർ മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്ത കാര്യം എനിക്കറിയാം. പക്ഷേ ആ പാർക്ക് ഉദ്ഘാടനം ചെയ്ത് അതിനുശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ ആ ഉദ്ഘാടനം ചെയ്ത പാർക്കിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഫണ്ട് അലോട്ട് ചെയ്യേണ്ടതും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അത് ചെയ്യാൻ കഴിയാതെ ഇപ്പോൾ അത് ചെയ്തതിന് ശേഷം, ഇപ്പോൾ 2 ടേമായി ഭരിക്കുന്ന ഈ അവസരത്തിൽ അത് ചെയ്തതിന് ശേഷം MLA അതൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല, MLA ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. MLA ചെയ്യാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അത് ഇവിടുത്തെ ജനം തിരിച്ചറിയുന്നുണ്ട്. അത് പായം പഞ്ചായത്തിലെ ജനങ്ങളത് കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ജനവികാരം ഞങ്ങൾക്കറിയാം. ജനങ്ങൾ ഈ പഞ്ചായത്ത് എന്ത് പറഞ്ഞ് പ്രചരിപ്പിച്ചാലും
തീർച്ചയായിട്ടും ജനം അതിനെയെല്ലാം പുച്ഛിച്ച് തള്ളും എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ശരി. BJP എങ്ങനെയാണ് ഈ പായം പഞ്ചായത്തിലെ വികസനം നോക്കിക്കാണുന്നത്? അശോകേട്ടൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ പാർക്ക് വന്നിട്ടുണ്ട്. അശോകേട്ടൻ നമ്മൾ ആദ്യം ജീവിക്കാനുള്ള പരിശ്രമമല്ലേ നടത്തേണ്ടത്? മിനിഞ്ഞാന്നാണ് പായം പഞ്ചായത്തിലൂടെ ആന പട്ടാപ്പകല് ജൈത്രയാത്ര നടത്തുന്നു. പ്രാണഭയമില്ലാതെ ജീവിക്കുക എന്നുള്ള അടിസ്ഥാന സൗകര്യം ഉണ്ടല്ലോ, അത് നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇപ്പോൾ പറഞ്ഞതാ ഇത് കഴിഞ്ഞ ദിവസം ആ റോഡിന് പാസ്സാക്കിയിട്ടുണ്ട്, ഈ റോഡിന് പാസ്സാക്കിയിട്ടുണ്ട്. തുടർച്ചയായിട്ട് 10 വർഷം നിങ്ങളാണ് ഭരിക്കുന്നത്. എൻ്റെ ഇലക്ഷൻ്റെ തലേ ദിവസം നിങ്ങൾ വന്നിട്ട് പറയാണ് ഫണ്ട് പാസ്സാക്കിയിട്ടുണ്ട്. ഈ പായത്തെ ജനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന റോഡ്, മറ്റ് സൗകര്യങ്ങൾ, ഈ പായം പഞ്ചായത്ത്, പായം ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകൾ എണ്ണിയാൽ അതിൽ 5-1 വരുന്ന പഞ്ചായത്താണ് പായം പഞ്ചായത്ത്. അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലം മുതൽ അങ്ങ് കൂട്ടുപുഴ വരെ നീണ്ടുകിടക്കുന്ന മലയോര മേഖല ഉൾപ്പെട്ട ഈ വിശാലമായ പഞ്ചായത്തിൽ ഒരുപാട് ജനസംഖ്യയുള്ള ഈ നാട്ടിൽ ഇവിടെയുള്ള യുവത്വത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഒരു കളിസ്ഥലം ഇന്ന് വരെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു സ്റ്റേഡിയം ഉണ്ടോ? വേണ്ട. വിരലിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം. ഈ പാർക്കൊക്കെ മനുഷ്യൻ്റെ ശരിയാണ്, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ അത് എപ്പോഴാണ് ഒരു മനുഷ്യന് ആസ്വദിക്കാൻ കഴിയുന്നത്? അവൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ, അവൻ്റെ ഭക്ഷണം, അവൻ്റെ ജീവിത രീതി വളരുമ്പോഴാണ് പാർക്കിനെ കുറിച്ചും ആളുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് പായത്തുള്ള മേഖലയിലുള്ള യുവജനങ്ങൾ നാട് വിട്ടു പോവുകയാണ്. നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനമില്ല. എന്തിനു പറയുന്നു? നമുക്ക് ഇതാണ് വികസനം എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒറ്റ പദ്ധതി പോലും പായം പഞ്ചായത്തിലോ ഈ പറയുന്ന പേരാവൂർ നിയോജക മണ്ഡലത്തിലോ ഇല്ല. പേരാവൂർ നിയോജക മണ്ഡലം MLA KPCC പ്രസിഡന്റാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞാൽ എന്തിനെങ്ങനെ ഒരു MLA എന്നുള്ള സ്ഥിതിയാണ്. MLAക്ക് അനുവദിക്കുന്ന ആസ്തി വികസന ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ പിന്നെ അതൊരു MLA വേണ്ടല്ലോ, ഒരു ഓഫീസ് ഉണ്ടായാൽ പോരെ. അതല്ല, താങ്കൾ BJP കേന്ദ്ര സർക്കാരിന്റെ ആണല്ലോ. കേന്ദ്ര സർക്കാർ എന്തെങ്കിലും പായം പഞ്ചായത്തിന് മാത്രമല്ല, ഭാരതത്തിലുടനീളം ഞാനതാണ് പറഞ്ഞു വരുന്നത്. മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം, അടിസ്ഥാനമായ ഭക്ഷണത്തിന് വേണ്ടുന്ന പദ്ധതികൾ വേണ്ട. 70 വയസ്സ് കഴിഞ്ഞ വൃദ്ധജനങ്ങളെ നമ്മൾ ശാലകളിൽ കൊണ്ടുപോയി തള്ളുന്നു എന്ന് പറഞ്ഞൊരു ആരോപണം സ്വാഭാവികമായി നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലും അത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് 70 വയസ്സ് കഴിഞ്ഞവർക്ക് ചികിത്സാ സഹായമായി 5 ലക്ഷം രൂപ പ്രതിവർഷം നടപ്പിലാക്കുന്ന പദ്ധതി നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ ഇവിടെയുള്ള യുവജനങ്ങൾക്ക് ആ ഫണ്ട് കൊണ്ട് അവരുടെ രക്ഷിതാക്കളെ സംരക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്ന ഒരു പദ്ധതി പോലും നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് നമ്മുടെ പോക്കെന്ന് ആലോചിക്കേണ്ടത്. ഒരു 3-4 വികസനങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇവിടെ വിചിത്രമായ വാദമുഖങ്ങളാണ് UDFൻ്റെ BJPയുടെ പ്രതിനിധികൾ ഉന്നയിച്ച് കാണുന്നത്. ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ. ഇവിടെ ഒന്നാമത് പറയുമ്പോൾ നമ്മുടെ കളിസ്ഥലമില്ല ഈ പഞ്ചായത്തിൽ നിങ്ങൾ തുടങ്ങിയോ എന്നാണ് ചോദ്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പായം ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഘട്ടത്തിൽ പിണറായി വിജയൻ സഖാവ് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് പഴശ്ശി ഇറിഗേഷൻ്റെ ഭാഗമായി തരിശായി കിടക്കുന്ന വെള്ളം കയറാത്ത 5 ഏക്കർ സ്ഥലം പഞ്ചായത്ത് കേന്ദ്രമായ മാടത്തിയിൽ ഒരു സ്റ്റേഡിയത്തിന് വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഏതാണ്ട് 3 വർഷക്കാലം നിരന്തരമായ പരിശ്രമങ്ങൾ നടത്തിയിട്ടാണ് ആ സ്റ്റേഡിയത്തിൻ്റെ സ്ഥലം നമ്മുടെ പഞ്ചായത്തിന് സ്റ്റേഡിയം നിർമ്മിക്കാനായി വിട്ടു നൽകിയത്. ആ സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിൽ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മുതൽ ഒരു കളിസ്ഥലം എന്ന സ്വപ്നം മലയോരത്ത് യാഥാർത്ഥ്യമാകാനുള്ള തുടക്കം കുറിച്ചത് മുതൽ ആ പദ്ധതി ഏതെല്ലാം വിധത്തിൽ തകർക്കാനാണ് അന്നത്തെ UDF നേതാക്കൾ പത്രമാധ്യമങ്ങളെയും സുഹൃത്തുക്കളെയും വിവിധ സമരങ്ങളും ആഭാസങ്ങളും ഒക്കെ നടത്തി ആ സ്റ്റേഡിയം വരാതിരിക്കാൻ പരിശ്രമിച്ചത്. എന്നാൽ ആ ദുഷ്ടശക്തികളെയെല്ലാം ശക്തമായി നേരിട്ടുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളെല്ലാം അണിനിരത്തിക്കൊണ്ടാണ് വിട്ടുകിട്ടി 5 ഏക്കർ സ്ഥലത്ത് സ്റ്റേഡിയം ഇന്ന് കളിസ്ഥലം യാഥാർത്ഥ്യമായിരിക്കഴിഞ്ഞിരിക്കുന്നു. സ്റ്റേഡിയമായി വന്നില്ലെങ്കിൽ കളിസ്ഥലം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഈ ഗവൺമെൻറ് കാലത്ത് 1 കോടി രൂപ, 50 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെൻറ്റും 30 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തും 20 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് നീക്കിവെച്ച് 1 കോടി രൂപയുടെ അതിൻ്റെ ട്രാക്കും
കോർട്ടും നിർമ്മിക്കാനുള്ള ടെൻഡർ നടന്ന് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ മാടത്തിയിൽ ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു ഗ്രാമപഞ്ചായത്തിന് ഇത്രയും വിസ്തൃതമായ ഒരു സ്റ്റേഡിയം മറ്റെവിടെയുമില്ല. അത് ഈ പഞ്ചായത്തിൻ്റെ ഒന്നാമത്തെ വികസന നേട്ടമാണ്. പിന്നെ നമ്മൾ നോക്കൂ, തൊട്ടടുത്ത കോളിക്കട ആയുർവേദ ആശുപത്രി എങ്ങനെയായിരുന്നു? ഒരു ചെറിയ കെട്ടിടം, വാഹനങ്ങൾക്ക് 2 വാഹനങ്ങൾക്ക് പോകാൻ റോഡില്ലായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തി കണ്ണൂർ ജില്ലയിൽ ജില്ലാ ആശുപത്രി ആയുർവേദ ആശുപത്രി കഴിഞ്ഞാൽ കിടത്തി ചികിത്സിക്കുന്ന ഒരു ആശുപത്രി, ആയുർവേദ ആശുപത്രി ഇവിടെ ഇല്ല, ഈ നാട്ടിലില്ല, ഈ മേഖലയില്ല, മലയോരത്തില്ല. അത് കോളിക്കട ആയുർവേദ ആശുപത്രി കിടത്തി ചികിത്സിക്കുന്ന ആശുപത്രിയെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് നിവേദനം കൊടുക്കുകയും 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 1.5 കോടി രൂപ അനുവദിച്ച് അതിന് കെട്ടിടം പകുതി പൂർത്തിയായി. ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് 5 വർഷക്കാലം പുറകെ നടന്ന് അതിനിപ്പം 3 കോടിയോളം രൂപ അനുവദിച്ച് അതിൻ്റെ കെട്ടിടം പണിയെല്ലാം നവീകരിക്കപ്പെട്ട് കഴിഞ്ഞു. 25 കിടക്കയുള്ള കിടത്തി ചികിത്സിക്കുന്ന ആയുർവേദ ആശുപത്രി ഈ പായം കോളിക്കടവിൽ യാഥാർത്ഥ്യമാവുകയാണ്. അവസാനഘട്ട പണിക്ക് 1,18,00,000 രൂപ അനുവദിച്ച് അത് നടപടികൾ മുന്നോട്ട് പോവുകയാണ്. നമ്മളെ വള്ളിത്തോട് പ്രയത്തെ തകർന്നുപോയ FHC എങ്ങനെയായിരുന്നു കേട്ടോ? തകർന്ന് മണ്ണിടിഞ്ഞ് പൂർണ്ണമായും തകർന്ന ആശുപത്രി ആയിരുന്നല്ലോ. അവിടെ ഇന്ന് നോക്കൂ, വാഗ്ദാനങ്ങളല്ല, തൊട്ട് കാണിക്കാൻ പറ്റിയ വികസനം. 2.5 കോടി രൂപ ചെലവിലാണ് അതിമനോഹരമായ FHC കെട്ടിടം അവിടെ യാഥാർത്ഥ്യമായി. കഴിഞ്ഞ വർഷം നമ്മുടെ ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രളയത്തിൽ തകർന്ന കിളിയന്തറയിലെ 15 വീടുകൾ 2018 ഒലിച്ചുപോയി. പുറമ്പോക്ക് നിവാസികളുടെ വീടുകൾ ഒലിച്ചുപോയപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു വകുപ്പില്ല. പട്ടയഭൂമി ഒലിച്ചുപോയാൽ പകരം ഭൂമി കൊടുക്കാം. എന്നാൽ നമ്മുടെ പുറമ്പോക്ക് ഭൂമിയിൽ ഒലിച്ചുപോയാൽ നഷ്ടപ്പെട്ടാൽ പകരം സംവിധാനം കേരളത്തിലില്ല. എന്നാൽ നമ്മുടെ പഞ്ചായത്ത് മുഖ്യമന്ത്രി ഇടപെട്ട്, റവന്യൂ മന്ത്രി ഇടപെട്ട് നിവേദനങ്ങൾ കൊടുക്കുകയും നേരിട്ട് കാണുന്ന അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ആദ്യമായി പുറമ്പോക്ക് ഭൂമി നഷ്ടപ്പെട്ടവർക്കും പകരം ഭൂമി കൊടുക്കാൻ തീരുമാനമാകുകയും 1 ഏക്കർ സ്ഥലം കിളിയന്തറയിൽ സർക്കാർ പൊന്നും വിലക്ക് വാങ്ങി ഹിന്ദുസ്ഥാൻ ലിവർ കമ്പനി നേതൃത്വത്തിൽ 15 നമ്മുടെ ഹൗസിംഗ് കോംപ്ലക്സ്, ഈ മേഖല അങ്ങനെ ഒരു കോംപ്ലക്സ് ഇല്ല, അതിമനോഹരമായ കോംപ്ലക്സ് എടുത്ത് ആ പുറമ്പോക്കിൽ താമസിച്ച 15 കുടുംബങ്ങൾ ഇന്ന് സുഖമായി അവിടെ താമസിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ എണ്ണി പറയാവുന്ന ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ട്. MLA പിന്നെ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ഈ സ്റ്റേഡിയം MLA എന്ത് ചെയ്തു? ഒരു MLA എന്നതിൽ നമ്മുടെ പഞ്ചായത്ത് ഗവൺമെന്റ് ഇടപെടുന്ന ഘട്ടത്തിൽ ഒരു തവണയെങ്കിലും ആ സ്റ്റേഡിയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം കൊടുത്തോ? ഇല്ല. എന്നാൽ ഒന്നും ചെയ്യേണ്ട, അവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ വന്നിട്ട് അതിനെതിരായി സമരം ചെയ്തപ്പോൾ അരുത് എന്നൊരു വാക്ക് പറയാൻ MLA തയ്യാറായോ? പ്രളയത്തിൽ തറന്ന ആശുപത്രി പുനർനിർമ്മിക്കാൻ എന്തെങ്കിലും MLA ചെയ്തോ? ആയുർവേദ ആശുപത്രിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ഒന്നും MLA ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വികസനം എണ്ണി, പക്ഷെ അതിലൊന്നും വിട്ടുപോയതൊന്നും മൾട്ടിപ്ലക്സ് തിയേറ്റർ അല്ലേ? എന്താണ് അത് പറയാൻ സമയം തരുന്നില്ല, അതുകൊണ്ടാണ്. സമയമുണ്ട്. അടുത്ത അല്ല, ഇപ്പം ആദ്യം പാർക്കിൻ്റെ കാര്യം പറഞ്ഞു, അതിനുശേഷം ഇപ്പം സ്റ്റേഡിയത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈ സ്റ്റേഡിയത്തിൻ്റെ പണിയൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് സാധാരണ ജനങ്ങൾക്കറിയാം. സ്റ്റേഡിയം അവിടെ അനുവദിച്ചു, അതിൽ പോലും ആളുകളുടെ ഇടയ്ക്ക് മറ്റ് വിരുദ്ധമായ ഒരു ചർച്ച നടക്കുന്നുണ്ട്. സ്റ്റേഡിയം പൂർണ്ണമായിട്ടും സർക്കാർ ഇറിഗേഷൻ വകയുള്ള സ്ഥലം സ്റ്റേഡിയത്തിൻ്റെ ആവശ്യത്തിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ടോ, ഒരു കാലഘട്ടത്തിൽ തിരിച്ചു പിടിക്കുന്ന അവസ്ഥയുണ്ടാകുമോ എന്നൊക്കെ ആളുകളുടെ ഇടയ്ക്ക് ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ടുള്ള പണി തുടങ്ങി, അല്ലെങ്കിൽ അവിടെ കുറച്ച് മണ്ണ് കൊണ്ടിട്ട് നിരത്തി എന്നതൊഴിച്ചാൽ സ്റ്റേഡിയത്തിൻ്റെ യാതൊരുവിധ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടില്ല എന്ന് നമ്മൾക്ക് ഏവർക്കും അവിടെ പോയി നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് പറയുമ്പം ആ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിക്കും. പായം പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഏറ്റവും വലിയൊരു വികസന പ്രവർത്തനമായിട്ട് കാണിക്കുന്നത് നമ്മുടെ മാടത്തിലെ പിന്നെ കല്ലുമുട്ടിയിലുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററിൻ്റെ കോംപ്ലക്സ് പണിയുക എന്നുള്ള ആ കോംപ്ലക്സിന് വേണ്ടി അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം 8 കോടി രൂപ അതിനുവേണ്ടി ചെലവ് ചെയ്തു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ 8 കോടി രൂപ വിവിധ ഏജൻസികളിൽ നിന്നും ലോണായിട്ട് എടുത്തിട്ടാണ് സത്യത്തിലായി 8 കോടി രൂപ ചെലവ് ചെയ്തിട്ടുള്ളത്. ആ ലോണിൻ്റെ ഒരു വർഷത്തെ പലിശ ഏതാണ്ട് 1 കോടി രൂപയുടെ അടുത്ത് ആ ഇതിനു വേണ്ടി പലിശ വരും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സത്യത്തിൽ പഞ്ചായത്തിൻ്റെ തനതായ ഫണ്ട് എടുത്ത് ആ പലിശ അടയ്ക്കുക എന്നല്ലാതെ കോംപ്ലക്സിൻ്റെ പണി യാതൊരു കാരണവശാലും അവിടെ നിർജീവമായി കിടക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലാണ് കാര്യങ്ങൾ. ഒരു കാര്യം, ഈ രാജ്യത്ത് കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുന്ന ആളുകളാണ്.
അപ്പോൾ തീർച്ചയായിട്ടും ഈ കമ്പ്യൂട്ടർ ജീവിക്കുമ്പം മൾട്ടിപ്ലക്സ് തിയേറ്ററും അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും വേണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷെ അവിടെയാണ് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിയേറ്ററിൽ പോയി AC റൂമിലിരുന്ന് സിനിമ കാണുക എന്നതിനേക്കാട്ടിൽ ഉപരിയായി സാധാരണക്കാരൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ എന്താ? എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മുടെയൊക്കെ പ്രദേശത്തുള്ള റോഡുകളൊക്കെ ഈ മഴ അങ്ങോട്ട് മാറി ഒരു തുലാമാസം ആകുമ്പോഴത്തേക്ക് 2 സൈഡും ഓടയൊക്കെ വൃത്തിയാക്കി വെള്ളം ഒലിച്ചു പോയി റോഡിന് ദോഷം വരാത്ത അവസ്ഥാവിശേഷം ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ ആ ഓട വലിച്ചു കയറുന്ന സാഹചര്യം ഇല്ലെങ്കിൽ പോലും ആ റോഡുകളൊക്കെ ഒന്ന് റിപ്പയർ ചെയ്ത് ഗതാഗത യോഗ്യമാകാൻ മനുഷ്യൻ നടന്നു പോകാൻ പറ്റുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാക്കാൻ പോലും പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ശ്രീ അശോകൻ അറിയാം. ഓരോ പ്രദേശത്തും ഞങ്ങളൊക്കെ ഓരോ പ്രദേശത്തും സഞ്ചരിക്കുമ്പം പല റോഡുകളും പഞ്ചായത്തിൻ്റെ റോഡുകൾ അതുപോലെ തന്നെ ഉള്ള സ്ഥിതികൾ വളരെ മോശകരമായ അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാം ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററും അതിനോടനുബന്ധിച്ചുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചു വള്ളിത്തോട്ടിലെ കെട്ടിടം ഇടിഞ്ഞു വീണു. കെട്ടിടം ആസ്പത്രി ബിൽഡിങ് ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് രണ്ടാമത് പുതുക്കിപ്പണിയണം. അവിടെ ആസ്പത്രി ബിൽഡിംഗ് ഇടിഞ്ഞു വീണു. MLA സഹായിച്ചിട്ടുണ്ടോ? MLA തീർച്ചയായിട്ടും MLA സഹായിച്ചിട്ടുണ്ട്. MLA സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യം ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ്. സണ്ണി ജോസഫ് MLA എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 140 MLA-മാരിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു MLA ആസ്പത്രി കെട്ടിടം ഇടിഞ്ഞു വീണിട്ട് അതിനു വേണ്ടി ഒരു വാക്ക് പോലും പറഞ്ഞില്ല, ഒരു കാര്യങ്ങളും ചെയ്തില്ല എന്ന് പറയുന്നത് അശോകനാണ് പ്രസിഡന്റ്. അപ്പോൾ അതാണ് പറഞ്ഞത്. നമുക്ക് തിരിച്ചു വരാം. എങ്ങനെയുണ്ട് വികസന കാര്യങ്ങളൊക്കെ എണ്ണി ഇപ്പം പറഞ്ഞല്ലോ, അപ്പോൾ അതൊക്കെ തൃപ്തിയായോ? അശോകേട്ടാ, നിങ്ങൾ സ്റ്റേഡിയം കാണായിട്ടാണ് കേട്ടാ. സ്റ്റേഡിയം കാണാത്തതുകൊണ്ടാണ് മാടത്തൊരു സ്റ്റേഡിയം ഉണ്ട്, കളിസ്ഥലമുണ്ട് എന്നല്ല പറയുന്നത്. ആ മണ്ണറക്കിയ സ്ഥലത്ത് പിള്ളേർ പോയി കളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ആശുപത്രി കൊണ്ടുപോകുന്ന ആശുപത്രി വരെ നമുക്കില്ല കേട്ടാ. ഇരിട്ടിയിലെ ആശുപത്രി കേന്ദ്ര സർക്കാർ ഒരുപാട് തുക തന്ന് പുതുക്കി പണിത് അമ്മയും കുഞ്ഞും എല്ലാം ഉണ്ടെങ്കിലോ ആ ഡോക്ടറില്ല കേട്ടാ, ആശുപത്രി തുറന്നിട്ടില്ല. ഇരട്ടി നമ്മൾ പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞ പല പദ്ധതികളും പിണറായി വിജയൻ നടപ്പിലാക്കിയ പദ്ധതി എന്നാണല്ലോ അശോകേട്ടൻ പറഞ്ഞത്. അതിലും വരുമല്ലോ. പായം പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും തൊട്ടടുത്തുള്ള സ്ഥലമാണല്ലോ അത്. എന്താ അവസ്ഥ? പായം പഞ്ചായത്ത് മാത്രമല്ല, ഈ ഇരിട്ടിക്ക് ചുറ്റളവിലുള്ള എല്ലാവരും സമീപിക്കുന്ന ആശുപത്രിയാണ്, ജില്ലാ ആശുപത്രിയാണ്, താലൂക്ക് ആശുപത്രിയാണ് ഇരിട്ടിയിലെ ആശുപത്രി. എന്താ അവസ്ഥ? അത് മാത്രല്ല, പായം പഞ്ചായത്തിൽ തന്നെ നമുക്ക് വളരെ ദൃശ്യമായ ഈ ഒരു നേട്ടം എന്ന് പറയാൻ പറ്റുന്നത് നിങ്ങൾ നടപ്പിലാക്കും എന്നല്ലേ. സ്റ്റേഡിയം വരും, വരും. ഇതെല്ലാം ഇന്നസെന്റ് പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ട്. ഇത് കുറെ വരും. ഇതിങ്ങനെ 25 വർഷമായി അശോകേട്ട പായം പഞ്ചായത്ത് നിങ്ങൾ ഭരിക്കുന്നത്. 25 വർഷം ഭരിച്ചിട്ട് പായം പഞ്ചായത്തിലെ ജനങ്ങൾക്ക് നേരിട്ട് അനുഭവവേദ്യമാകുന്ന ഒരു പദ്ധതിയും നിങ്ങൾക്ക് നടപ്പിലാക്കാനായിട്ടില്ല. പഞ്ചവത്സര പദ്ധതി നല്ല കേട്ടിട്ടുണ്ട് അശോകേട്ട. 25 വർഷത്തെ പദ്ധതി ആദ്യമായിട്ട് കേൾക്കുന്നതാ. എത്ര വർഷം നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലല്ലേ ഇതെല്ലാം തുടങ്ങി? കൊല്ലം 10 മൾട്ടിപ്ലക്സ് തിയേറ്റർ എന്നെല്ലാം പറഞ്ഞ ആടെ ഒരു 4 കാല് കുഴിച്ചിട്ടതല്ലാണ്ട് എന്താ നടന്നിട്ടുള്ളത്? 4 കാലും കെട്ടിടമല്ലല്ലോ. കെട്ടിടമാണ് വികസനത്തിന്റെ മാനദണ്ഡം ഉന്മേഷോട് ആരാ പറഞ്ഞത്? അതൊന്നുമല്ല. അവിടെ എന്ത് നടക്കുന്നു? പഞ്ചായത്തിൽ എന്ത് നടക്കുന്നു? പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഈ ഭരണസമിതി കൊണ്ട് എന്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. അല്ലാതെ നമ്മൾ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നു 3 വർഷത്തെ നിരന്തര പ്രയത്നത്തിന്റെ ഫലമായി. ആരാശോട്ടം ഭരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയല്ലേ? ഒരു ദിവസം ഒരു ഫോൺ കോളിലേക്ക് സാധിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണ്ടേ? അതിന് നമ്മൾ പായത്തെ ജനങ്ങളാണ് ഉത്തരവാദി. നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പായം പഞ്ചായത്തിൽ യാതൊരു കാര്യങ്ങളും എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, വോട്ടർമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്കും വലതുകാലിലെ മന്ത് ഇടതുകാലിലേക്കും മാറി പരീക്ഷിക്കാതെ ഒരു തവണ BJPക്ക് അവസരം തന്നാൽ എന്താണ് വികസനമെന്ന് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള മാറ്റങ്ങൾ പായം പഞ്ചായത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം നൽകുന്നത് NDAക്ക് സാധിക്കുമെന്ന് ഞാൻ ഉറച്ച് 100% ഗ്യാരണ്ടിയോടുകൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. മൾട്ടിപ്ലക്സ് തിയേറ്ററിന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് അശോകൻ, അതായത് ശ്രീ എൻ അശോകൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഇത് കൊണ്ടുവന്നത്. ഒരു ബൃഹത്തായ പദ്ധതി തന്നെയായിരുന്നു. പക്ഷേ ഉന്മേഷ 10 വർഷമായിട്ട് എന്തായി? 10 വർഷമായിട്ട് സ്റ്റേഡിയം 5 വർഷം കൊണ്ട് എന്താക്കി? അത് അങ്ങ് തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള പ്ലാന് സ്വപ്നം കാണുന്ന കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമായതിനെ കുറിച്ച് പറയാം. സ്റ്റേഡിയം എന്തായും ചോദിച്ചാൽ 5 വർഷം മുമ്പുള്ള അതിന്റെ ഫോട്ടോസും ഇന്നുള്ള ആ സ്ഥലത്തിൻ്റെ ഫോട്ടോസും നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇന്നലെ ഞാൻ അതിൽ വരുമ്പോൾ
ഒരു 10-25 കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്, സുന്ദരമായി കളിക്കുന്നുണ്ട്. ചതുപ്പെല്ലാം മാറി നല്ല മണ്ണിട്ട് കോർട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ആ അനുവദിച്ച ടെൻഡർ വർക്ക് പൂർത്തിയാക്കുന്ന മുറക്ക് അതിമനോഹരമായ സ്റ്റേഡിയം തന്നെയാകും. അതിനെ തകർക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ എന്തായും ചോദിക്കുകയല്ല, ഘട്ടം ഘട്ടമായിട്ട് പൂർത്തീകരിക്കും. ഒറ്റയടിക്ക് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ലല്ലോ. അത് യാഥാർത്ഥ്യമായി എന്നുള്ള വസ്തുതയാണ്. ഈ കണ്ണൂർ ജില്ലയിൽ ഇത്രയും മഹത്തായ ഒരു സ്റ്റേഡിയം, 5 ഏക്കറിൽ വിശാലമായൊരു സ്റ്റേഡിയം മറ്റെവിടെയുമില്ല. അത് പഞ്ചായത്തിൽ യാഥാർത്ഥ്യമായിരിക്കും. സർക്കാർ അനുവദിച്ചിരിക്കുന്നു. ഒരു കോടി ഫണ്ടും അനുവദിച്ചു, ടെൻഡറും കഴിഞ്ഞിരിക്കുന്നു. അതിപ്പോൾ യാഥാർത്ഥ്യം തൊട്ട് കാണിക്കാൻ പറ്റുന്ന വികസനമാണ്. തിയേറ്റർ കോംപ്ലക്സിനെ സംബന്ധിച്ചിടത്തോളം എത്ര ബാലിശമായ സംശയങ്ങളും വർത്തമാനമാണ് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം അതിന്റെ എന്നാൽ എന്താണ് നമ്മുടെ കിബി ഇവിടെ MD അബ്രഹാം സാർ കേരളത്തിലെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധനാണ്. 95,000 കോടി രൂപയാണ് കേരളത്തിൻ്റെ നാഷണൽ ഹൈവേ മുതൽ വിഴിഞ്ഞൻ പോർട്ട് മുതൽ അങ്ങോട്ട് കിബി പദ്ധതിയിലൂടെയാണ് ഇതെല്ലാം യാഥാർത്ഥ്യമായത്. കേരളത്തിലെ ജനങ്ങളിൽ തൊട്ടനുഭവിക്കുന്നത്. ആ കിബി പദ്ധതിയിൽ പായം പഞ്ചായത്തിന് പദ്ധതിയുണ്ടോ? MLA എന്തെങ്കിലും ചെയ്തോ? അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, അബ്രഹാം സാറും പറഞ്ഞത്, കേരളം ഒരു പായം മോഡലാണ്. ആർക്ക്? കേരളത്തിന്. എന്താ പായം മോഡൽ? കേരളത്തിലെ 941 പഞ്ചായത്തിലും നമ്മുടെ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും പായത്തേതുപോലെ 100 കണക്കിന് ഏക്കർ ഭൂമി പുറംപോക്കായി കിടക്കുന്നുണ്ട്. മാലിന്യ കൂമ്പാരങ്ങളായിട്ടും കാട് പിടിച്ചും കിടക്കുന്ന 100 കണക്കിന് ഏക്കർ ഭൂമികൾ ഈ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ കൈവശമുണ്ട്. എന്നാൽ അങ്ങനെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ കല്ലുമുട്ടിയിലെ 80 സെന്റ് സ്ഥലം, അത് 1-ാം ഘട്ടത്തിൽ അതിൻ്റെ പുഴ ഇടിഞ്ഞു തേക്കുന്ന ഭാഗത്ത് ഇറിഗേഷൻ വകുപ്പിൽ ബന്ധപ്പെട്ട് 2 ഘട്ടമായി ഇടപെട്ടുകൊണ്ടാണ് ആ പുഴ പുറംപോക്കിൻ്റെ സൈഡ് കെട്ടി ആ 80 സെന്റ് സ്ഥലം 1-ാം ഘട്ടം സംരക്ഷിച്ചു. ആ കാട് പിടിച്ച് കിടന്ന സ്ഥലം മൾട്ടിപ്ലക്സ് തിയേറ്റർ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇരിട്ടി പട്ടണം വികസിക്കുകയാണ്. തലശ്ശേരി അന്തർ സംസ്ഥാന പാതയാണ് മൈസൂർ. ആ ഹൈവേയിൽ ഇരിട്ടി പട്ടണത്തോട് ചേർന്ന മലയോര സ്ഥിരാകേന്ദ്രത്തിൽ ആ മാലിന്യ കൂമ്പാരമായിരുന്ന 80 സെന്റ് സ്ഥലം പുറത്തെടുത്ത് കിബി പദ്ധതിയിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും മൾട്ടിപ്ലക്സ് തിയേറ്ററും ആരംഭിക്കണമെന്ന് പറഞ്ഞ് നിവേദനം കൊടുത്തപ്പോൾ അനുകൂലമായ നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ സ്വീകരിച്ചു, അനുവദിച്ചു. KSFDCക്ക് 15 കോടി രൂപയുടെ മൊത്തം എസ്റ്റിമേറ്റ് തുക അംഗീകരിച്ചു. 8 കോടി രൂപ ബിൽഡിങ്ങിനും 7 കോടി രൂപ തിയേറ്ററിനും. അതുപ്രകാരം പഞ്ചായത്ത് എന്ത് ചെയ്തു? 8 കോടി രൂപ വായ്പയെടുത്ത് സർക്കാർ സംവിധാനത്തിൽ നിന്ന് തന്നെ വായ്പ എടുക്കുന്നത്, KURDFC സ്ഥാപനത്തിൽ നിന്നാണ് വായ്പ എടുക്കുന്നത്. ഈ കെട്ടിടം തിയേറ്ററിന് ആവശ്യമായ 1-ാം നിലയും ഗ്രൗണ്ട് ഫ്ലോറും 2-ാം നിലയും ഷോപ്പിംഗ് കോംപ്ലക്സും 3ഉം 4ഉം നിലകൾ, തിയേറ്റർ 2 തിയേറ്റർ, 154 സീറ്റ് 151 സീറ്റ്, 2 തിയേറ്റർ, കെട്ടിടം പണിയെല്ലാം പൂർത്തിയായി. ആ പണി പൂർത്തിയായപ്പോഴാണ് 2-ാം ഘട്ടത്തിൽ നമ്മുടെ KSFDC അവിടെ വന്നപ്പോൾ തിയേറ്ററിൻ്റെ ആവശ്യമായ ടെൻഡർ നടപടികൾ നീക്കിയപ്പോൾ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിൽ ടാങ്ക് നിർമ്മിച്ച സ്ഥലത്ത് ചെറിയൊരു മാറ്റം വേണമെന്ന് പറഞ്ഞത്. ആ മാറ്റത്തിന് വേണ്ടി പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അത് വീണ്ടും മാറ്റി. KSFDCയുടെ മാനദണ്ഡപ്രകാരം എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ശേഷം എന്ത് സംഭവിച്ചു? ശേഷം തിയേറ്ററിന് വേണ്ടി കെട്ടിടം പണി പഞ്ചായത്ത് പൂർത്തിയായി. തിയേറ്ററിന് വേണ്ടിയിട്ട് KSFDC കിബി പദ്ധതിയിൽ ടെൻഡർ വിളിച്ചു. ആദ്യ ടെൻഡർ വിളിച്ചു, ആരും ടെൻഡർ കൊണ്ടില്ല, നമ്മളത് ഭാഗ്യക്കേടാണ്. 2ാമത് ടെൻഡർ വിളിച്ചു, ആരും എടുത്തില്ല. 3ാമത് ടെൻഡർ വിളിച്ചു, ആരും എടുത്തില്ല. 4ാമത് ടെൻഡർ വിളിച്ചു. ഒരു ടെൻഡർ വിളിച്ചാൽ അടുത്ത ടെൻഡറിലേക്ക് 3 മാസം 4 മാസം സമയമെടുക്കുകയാണ്. 4ാമത്തെ ടെൻഡറിലാണ് ഊരാളങ്കൽ സൊസൈറ്റി കെട്ടിടമെടുത്ത അവരാണ്. അവർ തിയേറ്ററിൻ്റെ ടെൻഡറും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 2016 എസ്റ്റിമേറ്റ് റേറ്റ് പ്രകാരമാണ് ടെൻഡർ ക്ഷണിച്ചത്. ഇന്ന് 2025 കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2016 റേറ്റ് പ്രകാരമായതുകൊണ്ട് തന്നെ ഊരാളങ്കൽ ടെൻഡർ വെച്ചത് 53% എബോവിനാണ്. 53% എബോവിന് വെച്ചപ്പോൾ സ്വാഭാവികമായിട്ടും 20% അതിൽ കൂടുതൽ എബോവ് വന്നാൽ ഗവൺമെൻറ് അനുമതി വേണം, കിബിയുടെ അനുമതി വേണം. ആ അനുമതിക്ക് വേണ്ടിയാണ് കഴിഞ്ഞ 6 മാസക്കാലമായി പഞ്ചായത്ത് ഭരണസമിതി നിരന്തരം ഇടപെട്ട് അതും തത്വത്തിൽ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. തീർച്ചയായും 6 മാസം ഇപ്പം പണി തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ അതിന്റെ പണി വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളൊരു സർക്കാർ സംവിധാനമാണ്, വിവിധ വകുപ്പുകളാണ്, സാങ്കേതിക വൈദഗ്ധ്യമുള്ള പ്രൊജക്റ്റാണ്.
അതിനാവശ്യമായ സാങ്കേതിക വിഷയങ്ങൾ വരുമ്പോൾ സർക്കാർ സംവിധാനത്തിൽ അത് കൈകാര്യം ചെയ്യാൻ കുറച്ച് താമസം വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം? നമ്മളിപ്പോൾ ഒരു വീടെടുക്കുന്നു. നമ്മളൊരു വീടെടുക്കുമ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടില്ല വീടെടുക്കുന്നത്. ആ ലോൺ എടുത്ത് വീടെടുത്ത് തെറ്റായിപ്പോയെന്ന് പറയാൻ പറ്റുമോ? നമുക്കൊരു 6 മാസം പഞ്ചായത്തിന് തനത് വരുമാനമില്ല. ആ വരുമാനം ഉണ്ടാക്കാനാണ് പദ്ധതി. ഇവിടെ റോഡ് വേണം, പാലങ്ങൾ വേണമെന്ന് പറയുന്നുണ്ടല്ലോ. പഞ്ചായത്തിന് ആകെ നികുതി വരുമാനം മാത്രമേ ഉള്ളൂ. അതിനു പകരമാണ് 2 നില ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ വാടകയും തിയേറ്റർ വാടകയും അതിന് വിനോദ നികുതിയും എല്ലാം കൂടി വരുമ്പോൾ ഈ മലയോരത്തിലെ സനത് ഫണ്ടുള്ള പ്രധാനപ്പെട്ട പഞ്ചായത്തായി പായത്തെ മാറ്റാൻ നമ്മുടെ പഞ്ചായത്ത് തീരുമാനിച്ചു. അത് തീർച്ചയായും യാഥാർത്ഥ്യമാകും. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ സർക്കാർ കിഫ്ബി പദ്ധതിയിൽ തിയേറ്റർ യാഥാർത്ഥ്യമാക്കും. ഇപ്പോൾ അതിൻ്റെ പണി വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആര് ജയിക്കും ആര് ഭരിക്കും എന്ന പരിപാടി പായം പഞ്ചായത്തിലാണുള്ളത്. പഞ്ചായത്തിലെ വോട്ടർമാർക്കും ഈ നേതാക്കന്മാരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ വോട്ടർമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ആർക്കാണ് സംസാരിക്കാനുള്ളത്? ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ നാടിന് പായം പ്രദേശത്തെ സംബന്ധിച്ച് ഉന്നയിക്കാനുണ്ട്. ഒന്നാമതായി ഉന്നയിക്കാനുള്ളത് നമ്മുടെ പായത്തെ റോഡുകളെ സംബന്ധിച്ചാണ്. നമ്മുടെ എല്ലാ റോഡുകളും തന്നെ വളരെ ദയനീയ അവസ്ഥയിലാണ് നമ്മുടെ റോഡ് ഉള്ളത്. ചെറിയ ചെറിയ റോഡുകൾ നമ്മുടെ ഒന്ന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കരിയാൽ നിന്ന് കാടമുണ്ടയിലേക്ക് പോകുന്ന ഒരു റോഡ്, അമ്പലത്തിൻ്റെ ഇതിലേക്ക് കൂടി പോകുന്ന റോഡ്, അത് കുറച്ച് കൊല്ലം മുമ്പേ റീചാർജ് ചെയ്തതാണ്. എങ്കിലും വളരെ നടന്നു പോകാൻ പോലും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസത്തിലാണ് ആ റോഡിൻ്റെ സ്ഥിതി ഉള്ളത്. അതും മാത്രമല്ല, കുടിവെള്ള പദ്ധതി ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ വകയായി കൊടുക്കുന്ന എല്ലാ പ്രദേശങ്ങളും കുടിവെള്ള പദ്ധതിയിൽ പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു പദ്ധതി ഇവിടെ തുടങ്ങി വെച്ചിട്ട് കാലം കുറേയായി. പക്ഷേ അത് പൂർത്തീകരിക്കാൻ ഇന്ന് വരെ നമ്മുടെ പഞ്ചായത്തിനോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികൃതർക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആരോടാണ് ചോദ്യം? ആരോടാ? ഒന്നുകൂടി ചോദിച്ചോ, പെട്ടെന്ന് അധികം ലെങ്ത് ഇല്ല. അപ്പോൾ ഇവിടെ ഈ മൾട്ടി കം പ്ലസ് തിയേറ്റേഴ്സിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞെങ്കിലും അതിനോടനുബന്ധിച്ച് പുഴ കുറച്ച് കൂട്ടിക്കെട്ടി അതിനോടൊപ്പം ചേർത്തതായിട്ട് നമുക്കിങ്ങനെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് കയറി പോയിട്ടില്ല, ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ ഈ ജലസേചന വകുപ്പിന് തന്നെ അല്ലെങ്കിൽ ജലം ഒഴുകിപ്പോകുന്നതിന് തന്നെ ആ ഒരു തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലാണ് കൂട്ടിക്കെട്ടിയതായിട്ടുള്ള മറുപടി പറയാം. എല്ലാവർക്കും പറയാനല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ പറയാനുള്ളത് റോഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ ജൽജീവൻ മിഷൻ്റെ കുടിവെള്ള പദ്ധതിയുടെ കാര്യങ്ങളും മൾട്ടിപ്ലസ് നേരത്തെ പറഞ്ഞാണ്. റോഡിൻ്റെ കാര്യങ്ങൾ പായം ഗ്രാമപഞ്ചായത്തിന് ഒരു വർഷം ബഡ്ജറ്റ് വിഹിതത്തിൽ ലഭിക്കുന്ന ഫണ്ട്, വിവിധ പ്രത്യേക പദ്ധതികളിൽ ലഭിക്കുന്ന ഫണ്ട്, ഏതാണ്ട് നമ്മളെ ഓരോ വാർഡുകളിലും 10, 20, 25 റോഡുകളുണ്ട്, ഗ്രാമീണ റോഡുകൾ. ഈ 5 വർഷത്തെ ഭരണസമിതി കാലത്ത് 322 റോഡുകൾക്ക് നവീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് പഞ്ചായത്ത് ഫണ്ട് മാത്രമല്ല, തൊഴിലുറപ്പ് പദ്ധതിയിൽ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യുന്ന പദ്ധതി ജില്ലയിൽ ഏറ്റവും സമഗ്രമായി നടപ്പിലാക്കുന്ന നമ്മളെ പായം ഗ്രാമപഞ്ചായത്തിലാണ്. തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ ഉൾപ്പെടെ നാട്ടുകാരും ഉൾപ്പെടെ സഹകരിച്ചുകൊണ്ട് 100 കണക്കിന് റോഡുകൾ MGNREG പദ്ധതിയിലെയും യാഥാർത്ഥ്യമായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എന്ന കാര്യത്തിൽ നമുക്കെല്ലാം അറിയാവുന്നതാണ്. പിന്നെ നമ്മുടെ കുടിവെള്ള പദ്ധതി പഞ്ചായത്ത് തനതായിട്ട് തന്നെ നിരവധി കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. പിന്നെയുള്ള 100 കോടി പദ്ധതിയുടെ ജലജീവൻ പദ്ധതിയാണ് സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ സിംഹഭാഗവും ആ പദ്ധതിക്ക് മുടക്കുന്നുണ്ട്. അതിൻ്റെ 3 ടാങ്ക്, 2 ടാങ്ക് മട്ടണിയിലും 1 ടാങ്ക് വളമനയിലുമാണ് നിർമ്മിക്കേണ്ടത്. ആ 3 ടാങ്കിൻ്റെ നിർമ്മാണം പൂർത്തിയായി. ആദ്യഘട്ടത്തിൽ പൈപ്പ് ലൈൻ പഴശ്ശിയിൽ നിന്നും പൈപ്പ് ലൈൻ വെള്ളം 1ാമത്തെ ടാങ്കിൽ ട്രയൽ റൺ നടത്തിക്കഴിഞ്ഞു വിജയകരമായി. വളരെ വേഗം തന്നെ ആ പദ്ധതിയിലെ പഞ്ചായത്തിൽ 7600 വീടുകളിലും കുടിവെള്ളം കൊടുക്കും. അതിനുള്ള എല്ലാ നടപടികളും ഇതിനകം പൂർത്തീകരിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. ആർക്കും ഒരു സംശയം ആവശ്യമില്ല. അശോകേട്ടൻ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായിരുന്നു. അശോകേട്ടൻ്റെ കാലഘട്ടത്തിൽ വികസന പ്രവർത്തനം അത്യാവശ്യം നടന്നിട്ടുണ്ട്, ഉള്ള കാര്യം അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പം അത് കഴിഞ്ഞ് നമ്മുടെ രജനി മാഡം പഞ്ചായത്ത് പ്രസിഡൻ്റായ ശേഷം ഞാൻ താമസിക്കുന്നത് 13ാം വാർഡിലാണ്, ഇപ്പം 14ാം വാർഡ് തന്തോട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മുക്കുട്ടിക്കാവ് റോഡ് ജാതി മതഭേദമിന് എല്ലാവരും അവിടെ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ആ റോഡിൻ്റെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. അത് അവിടുത്തെ നാട്ടുകാരനാണ്, അയൽവക്കക്കാരനാണ് ഞാൻ. പിന്നെ അതേപോലെ ചാവറ റോഡ് അങ്ങോട്ട് സ്കൂളിൻ്റെ ബദിരമുഖ സ്കൂളിൻ്റെ മേലോട്ട് കയറുന്ന റോഡ് നിങ്ങൾക്ക് വിട്ട പത്രം നിങ്ങൾക്ക് പോയി നോക്കാം.
നമുക്കൊരു മെമ്പർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ടൈറ്റ് മത്സരം പിടിച്ചെടുക്കും എന്നുള്ളത് കൊണ്ടാണ് മുൻ പഞ്ചായത്ത് മെമ്പറെ വീണ്ടും നിർത്തിയിട്ട് 6 വോട്ടിനാണ് ജയിച്ചത്. അപ്പോൾ അവിടെ അത്രമാത്രം വികസന പ്രവർത്തനം നടത്തുന്ന ഒരു ഏരിയ ആണെങ്കിൽ ഇത്ര ടൈറ്റിൽ ഇടതുപക്ഷത്തിന് വിഷമം വരില്ലായിരുന്നു. ഈ പ്രാവശ്യം ആ കുഞ്ഞു എന്ന് പറഞ്ഞ മെമ്പറെ ജയിപ്പിച്ചു. പുള്ളിക്കൊരു വ്യക്തിത്വം ഉണ്ട്, പക്ഷേ ഈ പ്രാവശ്യം ഒരു വികസന പ്രവർത്തനം പുള്ളിക്കോട് ചെയ്യാൻ പറ്റും. ഈ ലാസ്റ്റ് ഘട്ടത്തിൽ 3-4 വഴികൾക്ക് വേണം. പിന്നെ 1-2 ഒരു കാര്യം എനിക്ക് ചോദിക്കാൻ പറ്റില്ല. ഈ മാലിന്യ കുമ്പാരത്തെ പറ്റി അശോകൻ കുറേ സംസാരിച്ചു. ശരിയാ, ഈ മാലിന്യ കുമ്പാരം ഇവിടെ വരാനുള്ള കാരണം ആരാ? 25 വർഷമായിട്ട് പഞ്ചായത്ത് ഭരിക്കുന്ന ആരാ? 10 വർഷം തുടർച്ചയായിട്ട്. അപ്പൊ മാലിന്യത്തിന്റെ കാര്യത്തിന് ഇമ്പോർട്ടൻറ്റ് ഈ ചെയ്ത കാര്യം, പക്ഷേ ഇത് ഇടാനുള്ള അവസരം ഉണ്ടാക്കിയത് ആരാ? ഇവിടെ കൊണ്ടുപോയി അല്ല വേറെ ഉണ്ട്. പിന്നെ വെച്ചാല് പിന്നെ ഞാൻ ഒരു വീട് എടുക്കാൻ നേരത്ത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഞാനൊരു വീടിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് പെർമിറ്റും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഞാനത് എടുത്തു. അത് ഫുൾ പൂർത്തിയാക്കിയില്ല. ഈ അശോകൻ കാലാവധി കഴിഞ്ഞ് അശോകനെ നേരിട്ട് ഞാൻ ചെന്നതാണ്. എനിക്ക് നമ്പർ തരണം, എല്ലാ പേപ്പറും എൻ്റെ ക്ലിയറാണ്. നമ്മളൊരു വീടെന്ന് പറയുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയ ജാതി സ്വപ്നാണ് ഒരു വീട്. എല്ലാ പേപ്പറും ഈ ഇടതുപക്ഷം ഭരിക്കുന്ന പായം പഞ്ചായത്തിന് അവർ തന്നെ പേപ്പർ തന്നിട്ട് എനിക്ക് ആ നമ്പർ നിഷേധിച്ചു. ഇപ്പം കിട്ടിയില്ല. 6 വർഷം ഞാൻ കേസ് കളിച്ച് ചീഫ് സെക്രട്ടറിയുടെ അടുത്ത് ഞാൻ ഓർഡർ മേടിച്ചിട്ട് ഇതാണോ ഒരു നേരിട്ട് ഞാൻ പുള്ളിനെടുത്ത് സംസാരിച്ചതാണ്. വീടുകളുടെയും കെട്ടിടങ്ങളുടെയും നമ്പർ പെർമിറ്റ് കൊടുക്കുക ഭരണസമിതി കയ്യിൽ അധികാരമില്ലാത്ത കേസാണ്. അത് പൂർണ്ണമായും എഞ്ചിനീയറിംഗ് വിങ്ങിൻ്റെ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ്. അതിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് പ്രത്യേകിച്ച് ഇന്നയാൾക്ക് ഇപ്പോൾ 3 മീറ്റർ ദൂരപരിധിയിൽ ആരെങ്കിലും വീടെടുത്താൽ പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സാങ്കേതിക വിഷയങ്ങളുണ്ട്. ആ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയർക്കും ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്കും നമ്പർ നിഷേധിക്കാൻ പറ്റില്ല. അതിനെന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അത് വ്യക്തമായിട്ട് അത് ഇപ്പോൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ, വീടെടുക്കുന്ന ബുദ്ധിമുട്ടാണ്, എങ്കിലും അത് പരമാവധി പരിഹരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട നിലയിലാണ് ഇത്തരം എന്തെങ്കിലും പഞ്ചായത്തിന് മാത്രമായി പരിഹരിക്കാൻ പറ്റാത്ത സാങ്കേതിക വിഷയങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം ആ മാന്യ സുഹൃത്തിന് ഒരുപക്ഷെ നമ്പർ കിട്ടാതിരുന്നിട്ടുണ്ടാവുക. ഏതായാലും അത് ലഭിച്ചു എന്ന് പറയുന്നു, നല്ല കാര്യം. തന്തോട് റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ 322 റോഡുകളാണ് പഞ്ചായത്ത് ഈ പദ്ധതി നവീകരിക്കപ്പെട്ടിട്ടുള്ളത്. അവശേഷിക്കുന്ന മുക്കട്ടി റോഡ് ഉൾപ്പെടെ ഈ നടപ്പ് വർഷത്തിൽ അതിൻ്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചതാണ്. മഴയാണ് ഇപ്പോൾ ചെറിയ തടസ്സം. ടാറിംഗ് ഉണ്ട്, കോൺക്രീറ്റ് വർക്ക് ലേശം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മഴ മാറുന്ന മുറക്ക് തന്നെ ഒരുപക്ഷെ ഈ ആഴ്ച തന്നെ ഈ ടെൻഡർ കഴിഞ്ഞാൽ ടാറിംഗ് വർക്കുകൾ ആരംഭിക്കും. ആ പ്രശ്നം വരുമ്പോൾ ഒരു പ്രയാസമില്ല. മുൻ ഭരണസമിതി മാത്രമല്ല, നിലവിലുള്ള ഭരണസമിതി മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. കേരളത്തിൽ നിന്ന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്നും നേരിട്ട് അവാർഡ് വാങ്ങാൻ അവസരം ലഭിച്ച ഏക പഞ്ചായത്ത് കേരളത്തിൽ പായം ഗ്രാമപഞ്ചായത്താണ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്നും ഈ കേരളത്തിലെ 1ാമത്തെ പഞ്ചായത്തായിട്ട് അവാർഡ് വാങ്ങിയിട്ടുള്ളത്. അത്രമാത്രം വികസനങ്ങൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ഉൾപ്പെടെ ഭരണസമിതി നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട CPM പ്രതിനിധി ശ്രീ അശോകനോടാണ് സംസാരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്ത് പരിധിയിൽ വെച്ച് ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് മയക്കുമരുന്ന് പോലീസ് പിടിച്ചെടുത്തു. 2 പ്രതികളെയും പിടിച്ചു. അപ്പോൾ അതിന് സാക്ഷിയായി അന്നത്തെ ആ ഭാഗത്തുള്ള 2 ജനപ്രതിനിധികൾ CPMൻ്റെ 2 പഞ്ചായത്ത് മെമ്പർമാരെയാണ് സാക്ഷികളായി ഉൾപ്പെടുത്തിയത്. കാരണം ആ കേസ് അട്ടിമറിക്കപ്പെട്ട് തേഞ്ഞു വാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ജനപ്രതിനിധികളെ സാക്ഷികളാക്കിയത്. കേസ് കോടതിയിൽ വന്നപ്പോൾ ആ സാക്ഷികൾ കൂറുമാറി. എനിക്കറിയേണ്ടത് ഈ പഞ്ചായത്തും അതുപോലെ CPMഉം മയക്കുമരുന്ന് വിതരണത്തിനും ഉപയോഗത്തിനും അനുകൂലമാണോ എന്നുള്ള കാര്യം. ഒരു കാര്യം കൂടി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ പറഞ്ഞു പായം പഞ്ചായത്ത് കേരളത്തിന് മാതൃകയാണെന്ന്. നമ്മുടെ കേരള സർക്കാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കേരളം സിംഗപ്പൂരിനും ബ്രിട്ടനും ഒക്കെ മാതൃകയാണെന്നാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഇതും ശരി. അതിന് മറുപടി ഉണ്ടോ? ഇക്കാര്യത്തിൽ ഓരോ വ്യക്തികളും ഓരോ കേസിലും സ്വീകരിക്കുന്ന സമീപനം യാഥാർത്ഥ്യമായിട്ടായിരിക്കണം. അക്കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാർട്ടി ആ കേസ് മുന്നോട്ട് പോയിട്ടുണ്ട്. ആവശ്യമായ പാർട്ടി അച്ചടക്ക നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത കാര്യങ്ങളാണ്. അല്ലാണ്ട് പഞ്ചായത്ത് അതിനെ കൂട്ടുനിൽക്കുന്ന ഏർപ്പാടൊന്നും പാർട്ടിക്കുമില്ല, ഒന്നുമില്ല.
എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ വികസനത്തെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞിട്ട് നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ നമ്മുടെ മുഴുവൻ വീടുകളിലേക്കും ഏതെങ്കിലും ഒരു രീതിയിലുള്ള ആനുകൂല്യങ്ങൾ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഭരണസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. മറ്റൊന്ന്, അതുപോലെ നമ്മുടെ ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെ 300-ലധികം വീട്, 323 വീട് നമ്മുടെ പഞ്ചായത്തിനകത്ത് നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ട് എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പറയാൻ കഴിയുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് നമ്മുടെ MLA എന്നുള്ള നിലയിൽ നമുക്കറിയാലോ, നമ്മുടെ UDF പ്രതിനിധിയോട് ചോദ്യം ഒന്ന് MLAയുടെ വികസനം സംബന്ധിച്ചോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഒന്ന് തൊട്ട് കാണിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനം നമ്മുടെ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കിയെന്നുള്ളത്. കാരണം MLAയുടെ ഒരു ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ചിലപ്പം കാര്യങ്ങൾ ചിലതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ MLAക്ക് തനതായി എന്നുള്ള നിലക്ക് എടുത്ത് കാണിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു നേട്ടം നമ്മുടെ ഇപ്പോൾ റോഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് MLAക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. MLA ഒരു എടുത്തു തക്ക പായം പഞ്ചായത്തിലെ എന്ത് വികസനമാണ് സൂചിപ്പിച്ചത്? പായം പഞ്ചായത്തിൽ റോഡിൻ്റെ വികസനത്തിൽ തന്നെ MLA ഇടപെട്ട് പല റോഡുകളും ഏറ്റെടുത്ത് MLA സ്കീമിൽപ്പെടുത്തി അല്ലെങ്കിൽ തനത് ഫണ്ടിൽപ്പെടുത്തി നടത്തിയിട്ടുള്ള അവസ്ഥയുണ്ട്. ഇപ്പോൾ ഈ നമ്മളെ ഈ മെക്കാഡം റോഡിങ് അടക്കം എന്ന് പറഞ്ഞാൽ കൂട്ടുപുഴ തലശ്ശേരി മെക്കാഡം റോഡിങ് അടക്കമുള്ള കാര്യങ്ങളിൽ MLA ശക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പിന്നെ MLA ഏതൊക്കെ റോഡ് വികസിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കൃത്യമായ പട്ടിക നിരത്താൻ ഞാനിന്ന് അത് ശേഖരിച്ചു കൊണ്ടുവന്നിട്ടില്ല. എന്നാലും എൻ്റെ പ്രദേശത്ത് ഞാൻ പറയാം, എൻ്റെ വാർഡിൽ MLA അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന്, തനത് ഫണ്ടിൽ നിന്ന് ഏതാണ്ട് 50 ലക്ഷം രൂപ എൻ്റെ ഒറ്റയൊരു വാർഡിൽ മാത്രം അദ്ദേഹം വികസന രംഗത്ത് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് റോഡ് വികസിപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം MLA കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പഞ്ചായത്തിന് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യാതെ MLA പഴിക്കുക അല്ലെങ്കിൽ MLA തേജോവധം ചെയ്യുന്ന വിധത്തിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. എനിക്കതോടൊപ്പം ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ നമ്മളൊക്കെ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്തുനിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മുടെ ഈ ശ്മശാനം ഇവിടെയുള്ളത്. ആ ശ്മശാനം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി, ഏതാണ്ട് 5-6 മാസക്കാലമായി ആ ശ്മശാനം പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. ഒരു ശ്മശാനത്തിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ, ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെക്കാട്ടിൽ കൂടുതൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ വരെ ആ ശവം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ എത്ര ഉറ്റ ബന്ധുക്കളാണെങ്കിലും എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും മൂക്കും പൊത്തി പുറത്തേക്ക് ഓടും. ആ ശവം മറവ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി ഓരോ പഞ്ചായത്തിലും ശ്മശാനമുണ്ട്. ഇവിടുത്തെ ഈ പഞ്ചായത്തിലെ ശ്മശാനം കഴിഞ്ഞ 6 മാസക്കാലമായി അടച്ചിട്ടിരിക്കുന്ന സാഹചര്യമാണ്. അതൊന്ന് റിപ്പയർ ചെയ്ത് പുനർപ്രവർത്തനം ആരംഭിക്കാനുള്ള കാര്യം എന്തുകൊണ്ട് പഞ്ചായത്ത് ചെയ്തില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ചോദ്യമായിട്ട് ഞാൻ ഉന്നയിച്ചു. എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട അശോകേട്ടനോടാണ്. നമുക്കറിയാം, എനിക്ക് പറയാനുള്ളത് ഇപ്പം ചേട്ടൻ പറഞ്ഞു, നമ്മുടെ വാർഡിനടുത്ത് തന്നെയാണ് 8ാം പഞ്ചായത്ത് ശ്മശാനമുള്ളത്. നിലവിൽ ആ ശ്മശാനം പൂട്ടിക്കിടക്കുകയാണ്. നമ്മുടെ അടുത്തുള്ള എല്ലാവരും മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകുന്നത് വെണ്ടിയാമ്പറമ്പ് അതുപോലെ സമീപ പ്രദേശങ്ങളിലേക്കാണ്. പിന്നെ MLA ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നു. എൻ്റെ വാർഡിൽ തന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ 3ഓളം റോഡുകളോളം MLAയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. അത് ഈ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അത് മാത്രമാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത്. അതാ ചോദിക്കാനുള്ളത്. അപ്പോൾ ഇനി തകർന്നു നിൽക്കുന്ന കുറേ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ, പഞ്ചായത്ത് റോഡുകളുണ്ട്. അത് ഈ പഞ്ചായത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട. എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. നമ്മളൊരു എളിയ പ്രവർത്തകൻ കൂടിയാണ്, വോട്ടറാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് മട്ടിണി വിജയാട്ടിനോടും അതുപോലെ തന്നെ മനോഹരാട്ടിനോടും ചോദിക്കാനുള്ള ചോദ്യം, നമ്മൾ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ പായം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിന് ഇപ്പോൾ സംസ്ഥാന തലത്തിലും ജില്ലയിലും മാത്രമല്ല നമുക്ക് കേരളത്തിലുൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അവാർഡുകൾ കൈപ്പറ്റിയിട്ടുണ്ട്. അവാർഡുകൾ കൈപ്പറ്റിയത് വെറുതെയല്ല, ഒരു വനിതയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പം ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, ഇത്തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഉൾപ്പെടെ നമുക്ക് ഈ പഞ്ചായത്ത് പ്രസിഡന്റിന് അവാർഡുകൾ കൈപ്പറ്റിയത് വെറുതെയല്ല, കൃത്യമായും വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ ചെയ്തതാണ്. പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ അതിൽ ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, ഇത്തരത്തിലൊരു കേന്ദ്രത്തിൽ നിന്നും ഉൾപ്പെടെ അവാർഡ് കിട്ടുമ്പോൾ ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല പായം പഞ്ചായത്ത് എന്ന രീതിയിൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് മനോഹരാട്ടനും അതുപോലെ തന്നെ നമ്മുടെ വിജയാട്ടനും ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അതേതായാലും അതൊന്ന് അതിനെക്കുറിച്ച് അവരോടാണ് ചോദ്യം, അവരതിൻ്റെ മറുപടി നമുക്ക് തരണം. മാത്രമല്ല, പായം ഗവൺമെൻറ് UP സ്കൂൾ
ഇപ്പം ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് പായം ഗവൺമെന്റ് UP സ്കൂളിന് ബിൽഡിംഗ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് ചോദ്യം. അതെ അതെ. അപ്പൊ അതുകൊണ്ട് വികസനത്തിന്റെ കാര്യത്തിൽ വെല്ലുവിളിക്കുന്നു. പായം ഗ്രാമപഞ്ചായത്തിൽ ഒരു വീട്ടിലും ഒരു ആനുകൂല്യം കിട്ടാത്ത ഒരു വീടുണ്ടാവില്ല എന്നത് ചോദിക്കുന്നു. അപ്പൊ അതാണ് ഇവരോട് പറയാനുള്ളത്. ഈ പറയുന്ന രാഷ്ട്രീയ ഭേദമന്യേ BJP ആയാലും കോൺഗ്രസ് ആയാലും എല്ലാവർക്കും വികസനം കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും ഒരു വീട്ടിൽ കിട്ടാത്ത വീടുണ്ടാവില്ല എന്നതിൽ നമ്മളെ വികസനം കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി സടക്ക് യോജനയിലെ റോഡാണ് ഭൂരിപക്ഷം റോഡും. കരിയാലിൽ നിന്ന് പായം വഴി പോകുന്ന റോഡ് സടക്ക് യോജനയിൽ ഉൾപ്പെടുത്തിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് ഉപയോഗിച്ചാണ്. ഈ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞതുകൊണ്ടൊന്നും നമുക്ക് നടന്നു പോകാൻ പറ്റില്ല. രാത്രിയിൽ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ മൂക്കുകുത്തി വീഴാണ്ടിരിക്കാൻ വേണ്ടി റോഡ് നന്നാക്കണം, മറ്റ് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത്. അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പം നമ്മളെ തിരുവനന്തപുരം മേയർക്ക് അമേരിക്കയിൽ നിന്ന് അവാർഡ് കിട്ടിയിരുന്നല്ലോ, അതിൻ്റെ എല്ലാം കഥ നമുക്കറിയാം. എന്താണ് കേരളത്തിൽ പൊതുവെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു പാർട്ടിയിലെ ആൾക്കാർ ശബരിമലയിലെ വാതിലും വിഗ്രഹവും അടിച്ചുകൊണ്ട് പോയിട്ട് അതിനെക്കുറിച്ചൊന്നും പറയാതെ ഒരു MLA, നാട്ടിലുള്ള സ്ത്രീകളെയെല്ലാം പീഡിപ്പിച്ച് നടക്കുന്ന MLA ഉള്ള കക്ഷികൾ, ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക എന്നുള്ളതല്ലാതെ ഞാൻ പറഞ്ഞു വരുന്നത് വികസനം ഇതുവരെ പായം പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടിയോ NDAയോ ഭരിച്ചിട്ടില്ല. നിങ്ങൾ ഒരു തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് അവസരം നൽകി നോക്കൂ. വികസനം എന്താണെന്ന് നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടാൻ വേണ്ടി സാധിക്കും. BJPയുടെ പ്രതിനിധി പറഞ്ഞു ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ഭരിക്കാൻ തരണമെന്ന്. ഇപ്പം BJP ഭരിച്ച സ്ഥലത്തല്ല എന്നാ സ്ഥിതി എന്ന് നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നതാണ്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ ലഭിച്ചപ്പോൾ ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഖേദിക്കുന്നുണ്ട്. എന്തിനാന്ന് തൃശ്ശൂർ സുരേഷ് ഗോപിനെ നമ്മൾ ചോദിച്ച ചോദ്യം തന്നെ. നമ്മളെ ഈ പ്രദേശത്തിനകത്ത് പായം പഞ്ചായത്തിന്റെ വികസനങ്ങൾ പറയുമ്പോൾ MLAയുടെയോ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു തരത്തിലെ വിഹിതങ്ങളും ലഭിച്ചിട്ടില്ല. അതാ പറഞ്ഞത്, അവർക്ക് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർ ആ പ്രദേശത്തിനകത്ത് അല്ലെങ്കിൽ അവരെ രാജ്യത്തിനകത്തുള്ള ഒരു പഞ്ചായത്താണ് പായം പഞ്ചായത്ത്. ആ പഞ്ചായത്തിനകത്ത് അധികാരം ലഭിച്ചാൽ മാത്രമേ അവർ ആ പഞ്ചായത്തിൽ തിരിഞ്ഞു നോക്കൂ എന്നാണ് കാണുന്നത്. അങ്ങനെയാണോ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതായത് കരിയാൽ കാടമുണ്ട റോഡ് പായം വഴി പോകുന്നത് പ്രധാനമന്ത്രി സടക്ക് യോജനയിൽ നിർമ്മിച്ച റോഡാണ്. നിങ്ങൾ കാര്യം അറിയാതെ പറയരുത്. ഞാൻ പറഞ്ഞു വന്നത് പായം പഞ്ചായത്തിലെ നിങ്ങൾക്ക് ഇതാണ് വികസനമെന്ന് തോന്നാനുള്ള കാരണം എന്താണെന്നറിയോ? നിങ്ങൾ വികസനം കണ്ടിട്ടില്ല. ഞാൻ ഉറപ്പിച്ച് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് നിങ്ങൾ ഒരവസരം നൽകൂ. എന്താണ് വികസനം? എങ്ങനെയാണ് പഞ്ചായത്ത് മാറേണ്ടത്? എങ്ങനെയാണ് പഞ്ചായത്തിലുള്ള വോട്ടർമാരുടെ ജനങ്ങളുടെ ജീവിതശൈലി മാറ്റേണ്ടത് എന്ന് നേരിട്ട് ബോധ്യപ്പെടുത്താൻ തീർച്ചയായും പല കാര്യങ്ങളുമുണ്ട്. തൊഴിൽ നേടാനുള്ള സംരംഭങ്ങൾ ആരംഭിക്കണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം, ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റേഡിയം മറ്റുള്ള കളിസ്ഥലങ്ങൾ വേണം. നമ്മളെ പഞ്ചായത്തിൽ ഞാൻ പറഞ്ഞില്ല 5 പഞ്ചായത്തിൽ ഏറ്റവും വലിയ പഞ്ചായത്തുകൾ കേരളത്തിൽ 949 എണ്ണിയാൽ ഒന്ന് വരുന്നതാണ് പായം പഞ്ചായത്ത്. ഒന്നാം സ്ഥാനത്ത് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ മികച്ച ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് രാഷ്ട്രപതി തന്നെയാണ്. മികച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഉന്മേഷ്, നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ, ഞാനതാ ചോദിച്ചത്. അവാർഡ് കൊണ്ട് കാര്യമുണ്ടോ? നമുക്ക് നമ്മുടെ മുന്നിൽ എന്ത് കാണുന്നു? ജൽജീവൻ മിഷന്റെ പദ്ധതി ആരംഭിച്ചിട്ട് എത്ര വർഷമായി? വെള്ളം വീട്ടിലെത്തിയോ? ഇല്ല. ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കിയാൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ ആ സുഹൃത്ത് ചോദിച്ചു BJPക്ക് ഭരണം കിട്ടിയാലേ നാട്ടിൽ. തീർച്ചയായിട്ടും ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന 25 വർഷമായി തുടർച്ചയായി ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസനം ഇതല്ലെന്നും എങ്ങനെയാണ് ഭരണം നടത്തേണ്ടതെന്നും ആ വികസന സമിതിയെ മാറ്റി ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തിരഞ്ഞെടുത്താൽ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടി NDA മുന്നോട്ട് വെക്കുന്നത്. UDF പ്രതിനിധിയാണ്. ഞങ്ങൾ ഈ പായം കോണ്ടമ്പ്ര കാടമുണ്ട നിവാസികൾ ഈ MLAയോട് എന്ത് തെറ്റാണ് ചെയ്തത് ഞങ്ങളെ ഈ രീതിയിൽ നിങ്ങൾ അവഗണിക്കാൻ? വികസനത്തിൻ്റെ കാര്യത്തിൽ ഈ റോഡുമായി ബന്ധപ്പെട്ട് പായം ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ഫണ്ടല്ലാതെ ഈ MLAയുടെ നേതൃത്വത്തിൽ ഇതുവരെ കഴിഞ്ഞ 15 വർഷമായി നയാ പൈസയുടെ വികസനം ഈ പ്രദേശത്ത് നടത്തിയിട്ടില്ല. അതിൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾ അനുഭവിക്കുക. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ അതായത് ഗ്രാമീണ പുനരുദ്ധാരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അനുവദിച്ച ഫണ്ട് ആ 45 ലക്ഷം രൂപയും ഞങ്ങളുടെ പ്രദേശത്തിന് വേണ്ടി പാസ്സാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പണി ആരംഭിക്കാൻ മെറ്റീരിയലൊക്കെ ഇറക്കി കഴിഞ്ഞു. ഈ പഞ്ചായത്തല്ലാതെ MLA എന്താണ് ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്ന് പറയണം. അല്ല, MLA ഈ പ്രദേശത്ത് റോഡുകൾ പഞ്ചായത്ത് പുനരുദ്ധാരണം ചെയ്തുകൊണ്ടിരിക്കുമ്പം പിന്നെ MLA അതിനകത്ത് കയറി ഇടപെടേണ്ട കാര്യമില്ല. പഞ്ചായത്ത് ചെയ്യാത്ത റോഡുകൾ MLA സ്കീമിൽപ്പെടുത്തി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എല്ലാ പ്രദേശത്തും ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ എനിക്കിതിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് അറിയില്ല. ഇവിടെ ഒരു റോഡിനും ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. പക്ഷേ MLA സംബന്ധിച്ചിടത്തോളം അദ്ദേഹം
ഈ കാര്യത്തിൽ ഇങ്ങനെ റോഡ് മോശമായിട്ടുള്ള അവസ്ഥയുണ്ടെങ്കിൽ അദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പരമാവധി ആ റോഡിന് പൈസ ഫണ്ടിൽ നിന്ന് വെപ്പിക്കും, അദ്ദേഹത്തിന് കിട്ടുന്ന ഫണ്ടിൽ നിന്ന് കൊടുക്കാറുണ്ട്. ഇവർ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം UDFന്റെ സ്വാധീനമുള്ള മേഖലകൾ, ഉദാഹരണം അയ്യങ്കുന്ന് പഞ്ചായത്തിലെ റോഡുകളൊക്കെ നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതിനൊക്കെ ഫണ്ട് വെക്കുന്നുണ്ട്. നമ്മുടെ ഈ പായം പഞ്ചായത്ത് LDFന്റെ ആയതുകൊണ്ട് ഇവിടെ ഫണ്ടൊന്നും വെക്കുന്നില്ല എന്നുള്ള ഒരു ചുരുക്കത്തിൽ അവർ പറഞ്ഞത്. അതെ, അതുകൊണ്ട് പറയും. അല്ല, UDFന് സ്വാധീനമുള്ള പ്രദേശത്ത് മാത്രമല്ല ഫണ്ട് വെക്കുന്നത്. ഫണ്ട് എല്ലാ പ്രദേശത്തും വെക്കും. UDFന് സ്വാധീനമുള്ള പ്രദേശത്ത് ചിലപ്പോൾ കൂടുതൽ വെച്ചെന്ന് വരും. അതങ്ങനെ ചിലപ്പം ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള സ്ഥലത്ത് ഇടതുപക്ഷക്കാരും കൂടുതൽ ഫണ്ട് വെക്കും. അത് വേറെ. പക്ഷേ UDFന് സ്വാധീനമുള്ള സ്ഥലത്ത് മാത്രമല്ല, LDFന് സ്വാധീനമുള്ള സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലമാണ്, അദ്ദേഹം ഫണ്ട് വെക്കും. അല്ലെങ്കിൽ അത് ഇനി തീർച്ചയായിട്ടും അങ്ങനെ ഫണ്ട് വെച്ചിട്ടില്ലെങ്കിൽ ആ കാര്യങ്ങളുമായി ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെ MLA ആയിട്ട് വരും. തീർച്ചയായിട്ടും ഞങ്ങൾ ഇടപെട്ട് ഫണ്ട് വെപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്തു തരും. മറ്റൊരു കാര്യം, എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ നമ്മളിപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പം കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ കെയറോപ്പിൽ പിന്നെ കഫേ, കുന്നത്തുള്ള കഫേ, അത് വളരെ ആദ്യമൊന്ന് തുടങ്ങി വളരെ ഉത്സാഹത്തോടു കൂടി നമ്മളൊക്കെ അതിൽ പോകുമ്പം അവിടെ കയറും, ഭക്ഷണം കഴിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ അതെല്ലാം പൂട്ടിക്കിടക്കാൻ തുടങ്ങിയ കാലങ്ങൾ കുറേയായി. അത് സർക്കാർ ഫണ്ട് കിട്ടി, അതിൻ്റെ ഫണ്ടിന് സബ്സിഡി കിട്ടി, ആ കാര്യങ്ങളൊക്കെ ആയെങ്കിലും അത് പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. അതിനെ സംബന്ധിച്ച് ശ്രീ അശോകനോട് എനിക്ക് ഒരു ചോദ്യം. പ്രിയപ്പെട്ടവർ, നമ്മുടെ പായം കാടമുണ്ട പ്രദേശത്ത് ഒരു പഞ്ചായത്ത് കിണറുണ്ട്. ആ പഞ്ചായത്ത് കിണറിൽ വേനൽക്കാലമായാൽ വെള്ളമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ആളുകളുടെ പേരെഴുതി ഒപ്പിട്ട് ഒരു അപേക്ഷ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തു. അത് പിന്നെ കുറച്ച് ആളുകളുടെ പേരെഴുതി ഒപ്പിട്ടിട്ടാണ് കൊടുത്തത്. അതിനുശേഷം ആ നടപടി ഒന്നും തന്നെ അതിന് സ്വീകരിക്കാതെ കണ്ട് നേരെ മറിച്ച് അവിടെ നിന്ന് 5-8 ആളുകൾ അതിൽ നിന്ന് വെള്ളം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു കിണറാണ്. നേരെ മറിച്ച് വെള്ളമെടുത്ത് ഉപയോഗിക്കാത്ത എരുമത്തടത്തുള്ള ഒരു കിണറുണ്ട്. ആ കിണറിന് ആഴം കൂട്ടി, അതുപോലെ തന്നെ അതിന് ചുറ്റുമതിൽ കെട്ടി, അതുപോലെ മൂടി, അതിന് ഇരുമ്പ് കമ്പി കൊണ്ടുള്ള മൂടി ഇട്ട് എല്ലാം വളരെ കൃത്യമായി പണി ചെയ്തിരിക്കുന്നു. നേരെ മറിച്ച് ഒരാൾ പോലും ആ കിണറിൽ നിന്ന് വെള്ളം എടുക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട്? മറുപടി പറയും. അതായത് ചോദ്യം ഇതാണ്, ഇപ്പോൾ ഉപയോഗശൂന്യമായ കിണർ, പ്രത്യേകിച്ച് എരുമത്തടത്തുള്ള നമുക്ക് തന്നെ റോഡരികിൽ കാണാൻ പറ്റും ആ കിണറിൻ്റെ കാര്യം. അത് ആരും ഉപയോഗിക്കാത്തൊരു കിണർ, അത് ആൾമറ കെട്ടിയ കിണറൊക്കെ വൃത്തിയാക്കി ചുറ്റുമതിലൊക്കെ സംരക്ഷിച്ചിട്ടുണ്ട്. അത് നേരെ മറിച്ച് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെയും അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ഈ ലക്ഷം വീട്, അതായത് കരിയാലിലെ ലക്ഷം വീട് 10-30 കുടുംബങ്ങളുള്ളതാണ്. അതിൻ്റെ ആൾമറയൊന്നും കെട്ടാതെ അപകടാവസ്ഥയിലാണ്. ആ ഒരു സമീപനമാണ് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മറ്റൊന്ന് പറയാനുള്ളത് കുടുംബശ്രീ കഫേ, പെട്ടെന്ന് മറുപടി പറയില്ലേ. കരിയാൽ ഉന്നതിയിലെ കിണറിൻ്റെ നവീകരണത്തിന് ടെൻഡർ വെച്ചു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തന കരാറുകാരൻ ഏറ്റെടുത്തു. അതിൻ്റെ മെറ്റീരിയൽ ഇറക്കി വളരെ വേഗം തന്നെ പണി ആരംഭിക്കുന്നതാണ്. അവിടുത്തെ ഉന്നതിയിലേക്കുള്ള എല്ലാ അടിസ്ഥാന പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി എരുമത്തടത്തെ കിണറിൻ്റെ കാര്യത്തിൽ എന്താണോ ചെയ്യാൻ സാധിക്കുക അത് ഭരണസമിതി ചെയ്യിക്കാനുള്ള എല്ലാ നടപടികളും നമ്മൾ സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. BJPയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ ഇത് ഇപ്പം ആനയുടെ കാര്യം ആദ്യം പറഞ്ഞു, ഞാനത് വിട്ടുപോയതാണ്. കേന്ദ്ര പരിസ്ഥിതി നിയമം വന്യജീവികൾ, ക്ഷുദ്രജീവികളായ വന്യജീവികളെ വധിക്കുന്നതിനും കർഷകരെ രക്ഷിക്കുന്നതിനും ഉള്ള നിയമം അത് മാറ്റി എഴുതണമെന്ന് പറഞ്ഞുകൊണ്ട് കേരള നിയമസഭ അഖിലേന്ത്യാ അംഗീകരിച്ച പ്രമേയമുണ്ട്. ഇതുവരെ കേന്ദ്ര അംഗീകാരം കൊടുക്കുന്നില്ല. എന്നിട്ടും ഈ കേരളത്തിലെ കർഷകരെ രക്ഷിക്കാൻ ഇന്ത്യയിൽ ആദ്യമായി ക്ഷുദ്രജീവികളായ വന്യജീവികളെ വധിക്കുന്നതിനും കർഷകരെ രക്ഷിക്കുന്നതിനും പുതിയ നിയമനിർമ്മാണം നടത്തിയത് ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ കേരളത്തിലാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. കുടുംബശ്രീ കഫേയുടെ കാര്യത്തിൽ നമ്മുടെ കേരളത്തിലെ ഓരോ ജില്ലയ്ക്കും ഓരോ കഫേയാണ് അനുവദിച്ചത്. ഏറ്റവും അടിസ്ഥാന സൗകര്യമുള്ള പാർക്കിങ്ങും 1500 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുമുള്ള കെട്ടിടമാണ് അനുയോജ്യമെന്ന് കണ്ടെത്തിയിട്ടാണ് തലശ്ശേരി മൈസൂർ ഹൈവേയിൽ അത് ലഭിച്ചിട്ടുള്ളത്. അതിനാകെ കിട്ടിയത് 9 ലക്ഷം രൂപയുടെ സബ്സിഡിയാണ് പഞ്ചായത്തിന് കുടുംബശ്രീ ലഭിച്ചത്. അതിൽ ഏതാണ്ട് 16 ലക്ഷം രൂപയോളമുള്ള അടിസ്ഥാന വികസനങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ, ടാങ്കിൻ്റെ പ്രശ്നം, ബാത്റൂമിൻ്റെ പ്രശ്നം, അടുക്കള, അതുപോലെ തന്നെ അതിൻ്റെ റൂമുകൾ, AC സംവിധാനം ഉൾപ്പെടെ ഏതാണ്ട് 15 ലക്ഷം ചെലവഴിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ നല്ല നിലയിൽ മുന്നോട്ട് പോയെങ്കിലും പിന്നീട് കച്ചവടം കുറഞ്ഞു വന്നപ്പോൾ അതിൻ്റെ തൊഴിലാളികൾക്ക് കൂലി കൊടുത്തും
സാധനങ്ങൾ വാടക കൊടുത്തും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രൂപത്തിൽ നിരവധിയായ ഹോട്ടലുകൾ സമീപത്തേക്ക് ഈ കാലഘട്ടത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് കച്ചവടം കുറഞ്ഞപ്പോൾ കച്ചവടം കുറഞ്ഞു, ലാഭം കുറഞ്ഞു, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥ വന്നു. എന്നാലും ആ കുടുംബശ്രീ സംവിധാനം സർക്കാർ മുൻകൈയിൽ തന്നെ പുതിയ രൂപത്തിൽ നവീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. എത്രയും വേഗം ആരംഭിക്കും. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് അവാർഡുകൾ കൊടുക്കുന്ന കാര്യം പറഞ്ഞു. വെറുതെ കൊടുക്കുന്നതാണോ? ഒരു ഇന്ത്യൻ പ്രസിഡന്റ് വെറുതെ ഇത് പിടിച്ചു അവാർഡ് കൊടുക്കില്ല. പായം പഞ്ചായത്ത് ഇന്ത്യയിൽ കേന്ദ്ര സർവീസ് തന്നെയുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ രാജ്യം മുഴുവൻ പരിശോധിച്ച് അങ്ങനെ പഞ്ചായത്തിലും കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർ സന്ദർശിച്ചിട്ട് പരിശോധിച്ചിട്ടാണ് അർഹതയുള്ള അവാർഡ് പായപ്പത്ത് കിട്ടിയുള്ളത്. ഒന്നു മാത്രമല്ല, 32 പുരസ്കാരങ്ങളാണ് പായത്തിൽ നേടിയെത്തിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം. പാവങ്ങളെ സഹായിച്ചു 323 വീടുകൾ ലൈഫിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 3 നേതാക്കന്മാർക്കും നമസ്കാരം. പായം ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പദ്ധതികളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അശോകട്ടൻ. അതുപോലെ തന്നെ കേന്ദ്ര പദ്ധതിയെ പറ്റി പറഞ്ഞു, MLA ഫണ്ടിനെ പറ്റി പറഞ്ഞു. എനിക്കൊരു ചോദ്യം ആദ്യമായി ചോദിച്ചു. ശവസംസ്കാരം നടക്കേണ്ട ആ നമ്മുടെ കോറമുക്കിലെ പായം പഞ്ചായത്തിൻ്റെ അത് ഇന്നും പൂട്ടിക്കിടക്കുന്ന ശവം നമ്മൾ മുണ്ടിയാവറുമ്പോൾ കൊണ്ടുപോകുന്നു. ആ ചോദ്യത്തിന് എപ്പോൾ അത് തുറക്കാൻ മറുപടി. അതുപോലെ തന്നെ ഈ കേന്ദ്ര ഫണ്ടിൻ്റെ പറഞ്ഞു. ഈ പായം പഞ്ചായത്ത് തന്നെ പല ഹെൽത്ത് സെൻ്ററിനും ഹോമിയോ ആശുപത്രിക്കും ഫണ്ട് കൂട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് അത് NDA ഭരിക്കുന്ന കക്ഷികളെ ഇവർ ഇതിലൊന്നും വിളിക്കുന്നില്ല? ഈ പാർട്ടിയുടെ ഗ്രാമത്തിൽ പാർട്ടീൻ്റെ ആൾക്കാർ മാത്രം കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അത് കേന്ദ്ര പദ്ധതിയും നേടിക്കൊണ്ട് മറ്റുള്ള പാർട്ടീനെ അവഗണിക്കുന്നത് ശരിയാണോ? അതുകൂടാതെ ഇപ്പോൾ ഈ റോഡിന് ഒരു വശം കൾവർട്ടുണ്ട്, ഒരു വശം കൾവർട്ടില്ല, ഒരു കൾവർട്ട് അവിടെ എടുക്കാണ്ടുണ്ട്. അത് ഇവിടെയില്ല കുറച്ച് പ്രാദേശിക ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രം കമ്മിറ്റി രൂപീകരിച്ച് ചെയ്യുന്നത് ശരിയാണോ? ഇതെല്ലാം ഒന്ന് പഞ്ചായത്ത് ഭരണസമിതി അശോകേട്ടനോട്, അതുപോലെ തന്നെ MLA ഫണ്ട് എനിക്ക് പറയാൻ മറ്റു വിജയാട്ടനോടാണ്. MLA ഫണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് പായം പഞ്ചായത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല? അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വിഷ്ണു പറഞ്ഞു ഈ പായം പഞ്ചായത്തിലെ ഒന്ന് നമ്മുടെ ഈ നേതാക്കന്മാരെല്ലാം പോയി കാണണം. ഈന്തുംകരി വാർഡ് അയ്യങ്കുന്നിൽ A1 ജോസ് PT ഉഷ ഫണ്ടിലും അതുപോലെ തന്നെ MP ഫണ്ടിലും കൊണ്ടുവന്ന് വികസനം കാഴ്ചവെച്ചിട്ടുണ്ട്. പറയാൻ ഒറ്റ ഈ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ പഞ്ചായത്തിൽ ഒരു വാർഡിൽ BJP വിജയിക്കുമെങ്കിൽ MP ഫണ്ടിൽ നിന്നും നമ്മൾ വികസനം കൊണ്ടുവരും എന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ശ്മശാനത്തിൻ്റെ കാര്യത്തിൽ ആധുനിക വാതക ശ്മശാനം യാഥാർത്ഥ്യമായി യാതൊരു പരാതിയില്ലാതെ പോയ സംവിധാനമാണ്. എന്നാൽ നിരവധിയായ ശവസംസ്കാരം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അതൊരു ടെക്നിക്കലായിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണല്ലോ അതിൻ്റെ സംവിധാനം മുഴുവൻ. അതിൽ പുകക്കുഴലിൽ അതിൻ്റെ തകരാറ് സംഭവിച്ച് പുക മേലോട്ട് പോകാതെ താഴെ വരുന്നതുകൊണ്ടാണ് ജനങ്ങൾക്ക് പ്രയാസങ്ങൾ വന്നത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി വളരെ അടിയന്തരമായിട്ട് തന്നെ പഞ്ചായത്ത് ഇടപെടുകയും പദ്ധതി അംഗീകരിച്ച ശേഷമാണ് ആ വിഷയം വരുന്നത്. എന്നിട്ടും ജില്ലാ ഭരണാധികാരികൾ ബന്ധപ്പെട്ട് അഡീഷണൽ ഗ്രാമസഭ ചേർന്ന് പ്രൊജക്റ്റ് അംഗീകരിച്ച് അതിന് 6 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടത്തി അത് റെയ്ഡ്കോ എടുത്ത് കഴിഞ്ഞ ആഴ്ച അവിടെ വന്നു. അത് പരിശോധിച്ചു. ചില മിഷൻ്റെ സാങ്കേതിക തകരാർ അത് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശ്മശാനം യാഥാർത്ഥ്യമാകും. അതിന് എല്ലാവരെയും പോലെ തന്നെ അത് അത്രയും വേഗം ആരംഭിക്കാനാണ് ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരും ഭരണസമിതി എല്ലാം മുൻകൈ എടുക്കുന്നത്. പ്രാദേശികമായ കമ്മിറ്റികളിൽ അങ്ങനെ ഉൾപ്പെടുത്താതെ വിഷയങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം പഞ്ചായത്ത് കാർഷിക സമിതിയിലും മറ്റുമെല്ലാം മാന്യ സുഹൃത്ത് ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം ഇടപെടുന്ന ആളാണ്. എല്ലാ കാര്യത്തിലും പഞ്ചായത്തിൻ്റെ എല്ലാ പരിപാടിയിലും അദ്ദേഹത്തെ കാണാറുണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട്. പ്രാദേശികമായിട്ട് ഏതെങ്കിലും റോഡിൻ്റെ കാര്യത്തിൽ PWD വർക്കാണ്. PWD വർക്ക് എടുത്ത റോഡിൻ്റെ കാര്യത്തിൽ പിന്നെ പ്രാദേശിക കമ്മിറ്റിക്ക് ആവശ്യമില്ല. PWD ആണ് ചെയ്യിക്കേണ്ടത്. പ്രാദേശിക കമ്മിറ്റി അതിൻ്റെ ആവശ്യമില്ല. പഞ്ചായത്തിൻ്റെ തനത് വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ജനകീയ കമ്മിറ്റിയൊക്കെ നിർവഹിക്കുമ്പോഴാണ് ജനകീയ കമ്മിറ്റി ആവശ്യം വരുന്നുള്ളൂ. തീർച്ചയായും അഭിമാനത്തോടെ പറയാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ 2000 രൂപയായി നിശ്ചയിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 600 രൂപ പാസാക്കിയിട്ട് 18 മാസത്തെ കുടിശ്ശികയാക്കി പോയ സ്ഥാനത്താണ് പിണറായി സർക്കാർ 1000-ഉം 1600-ഉമാക്കി കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്ത് 2000 രൂപയായി പ്രഖ്യാപിച്ച് ഈ മാസം കൊടുത്തു തുടങ്ങുന്നു. കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്തുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു. പുതിയ പദ്ധതി നമ്മുടെ സ്ത്രീകൾക്ക് സ്ത്രീ ശിക്ഷ പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു. ആശാ വർക്കർമാർക്കും അംഗൻവാടി വർക്കർമാർക്കും പാചക തൊഴിലാളികൾക്കും എല്ലാം ആനുകൂല്യം വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ട്
കേരളത്തിലെ അടിസ്ഥാന ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് നേരിട്ട് കാണുകയും പരിഹാരം കാണുകയും ചെയ്തു. വീടില്ലാത്ത കുടുംബങ്ങൾക്ക് ഞാൻ പറഞ്ഞു 325 വീടുകൾ എടുത്തു കൊടുത്തു, 85 വീടുകൾ എഗ്രിമെൻ്റ് വെച്ച് കൊടുത്തു. അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചപ്പോൾ പായം പഞ്ചായത്തിൽ 43 പേരാണ് ആ വിഭാഗത്തിൽ ഉണ്ടായിരുന്നത് 3 വർഷം മുമ്പ്. 3 വർഷം കൊണ്ട് അവരെയെല്ലാം ഉന്നമനത്തിലേക്ക് നയിച്ച് കേരളം ലോകത്തിന് മാതൃകയായി അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നു. BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനം അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായി 25 കൊല്ലം കഴിഞ്ഞാലെങ്കിലും പ്രഖ്യാപിക്കാൻ പറ്റുമോ എന്നാണ് BJP നേതാവ് പറയേണ്ടത്. അത്രമാത്രം ലോകത്തിന് മുമ്പിൽ തെളിമയാർ നിൽക്കുന്ന സംസ്ഥാനമാണ് ഈ കേരളം. മതസൗഹാർദ്ദം സംരക്ഷിച്ചുകൊണ്ടാണ് ഈ കേരളം മുന്നോട്ട് പോകുന്നത്. ആ കേരളമാണ് ഈ ലോകത്തിന് മാതൃകയായിട്ടുള്ളത് എന്ന് നമ്മൾ കാണണം. ഈ പഞ്ചായത്ത് ഭരണസമിതി തുടങ്ങി വെച്ച 36 പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഈ പഞ്ചായത്ത് ഭരണസമിതി ഇനിയും ഇടതുപക്ഷം 19 സീറ്റും നേടിയെടുത്ത് ഉജ്ജ്വലമായ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണ്. അവർ കണ്ട വികസനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ കേട്ടു. കുറേ കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്, മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പദം കൂടെ ശ്രീ അശോകൻ അതോട് ഒപ്പം ചേർക്കണം എന്നാണ് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ട കാലം മുതൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വർഷം ഈ പഞ്ചായത്ത് ഭരിച്ചത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ആകപ്പാടെ 1995 കക്കാട്ടിൽ സുഭാഷിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ഭരണസമിതി വന്നു. ആ ഭരണസമിതിയെ സംബന്ധിച്ച് ഇന്നും ജനം പറയുന്നത് അത് ഈ പഞ്ചായത്തിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു എന്നാണ് ജനം പറയുന്നത്. ജനങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒട്ടനവധി പദ്ധതികൾ പ്രഖ്യാപിച്ചതല്ലാതെ ഇപ്പോൾ വള്ളിത്തോട് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വിത്ത് ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡിൻ്റെ യാതൊരു പണികളും നടത്തിയിട്ടില്ല. ഉദ്ഘാടനം ചടങ്ങ് ഒരു പേരിന് നടത്തി. അതുപോലെ ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അതൊക്കെ ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം കുറിച്ചു എന്നല്ലാതെ ഇതൊന്നും പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 95 ഞങ്ങൾക്ക് അധികാരം കിട്ടിയപ്പോൾ, ഞങ്ങൾ 5 വർഷം ഭരിച്ചപ്പോൾ ഒരു സുവർണ കാലഘട്ടമാക്കി ഞങ്ങൾക്ക് മാറ്റാൻ സാധിച്ചുവെങ്കിൽ UDF അധികാരത്തിൽ വന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UDF അധികാരത്തിൽ വരും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞങ്ങൾ 19 വാർഡുകളിലും സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ നിർത്തിയിട്ടുണ്ട്. 19 സ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം വരുന്ന സീറ്റുകളും പിടിച്ചുകൊണ്ട് പഞ്ചായത്തിൽ ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ഭരണമാറ്റം നടന്നിരിക്കും. അങ്ങനെ ഒരു ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഈ പഞ്ചായത്തിനെ വികസനത്തിലേക്ക് എത്തിക്കേണ്ടത് എന്ന് അതുകൊണ്ട് ജനങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. മറ്റൊരു കാര്യം, ഒരു അവാർഡ് കിട്ടിയത് കൊണ്ട് മാത്രം എനിക്ക് ഈ അവാർഡിൻ്റെ കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നു. കാരണം ഇതാണ് അവാർഡ് കിട്ടിയ പഞ്ചായത്തിൻ്റെ സ്ഥിതി അതാണെങ്കിൽ പഞ്ചായത്തിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ ബാക്കിയുള്ളിടത്തെയൊക്കെ സ്ഥിതി എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ട. ഇതാണ് അവാർഡ് കിട്ടിയ പഞ്ചായത്തിന്റെ സ്ഥിതി. അപ്പം ബാക്കിയുള്ളടത്ത് എന്താണ് സ്ഥിതി എന്ന് മനസ്സിലാക്കണം. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ചോദിച്ചു BJP ഇങ്ങനെ ചെയ്തില്ലേ, അതുകൊണ്ട് അതിന്റെ BJP ഭരിച്ച സ്ഥലത്ത് ഒന്ന് പറയണമെന്ന്. എൻ്റെ പൊന്ന് അശോകേട്ടാ, നിങ്ങൾ ഭരിച്ച ത്രിപുരയിൽ ഒരിക്കൽ ഭരണം പോയിട്ട് പിന്നെ തിരിച്ചു കിട്ടിയില്ല കേട്ടാ. ഭാരത അല്ല, ആ ചോദ്യത്തിന് ഉത്തരം വേണല്ലോ. ഭാരതത്തിൽ ഇന്ന് 18 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് CPM അല്ല കേട്ടാ, BJP NDA ആണ് കേട്ടാ. അതിലൊന്നും മനസ്സിലാക്കണം കേട്ടാ. ലോകത്തിലെ ജനങ്ങൾക്ക്, ഭാരതത്തിലെ ജനങ്ങൾക്ക് BJPയിൽ NDAയിൽ വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഇപ്രാവശ്യം ഒരു മിനിറ്റ് എനക്ക് തരണ്ടേ. ഭാരതത്തിലെ ജനങ്ങൾക്ക് എങ്ങനെ ബോധ്യപ്പെട്ടുവോ അതുപോലെ പായത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ഇപ്പൊ പ്രതിവാട്ടം നേരത്തെ പറഞ്ഞു, അയ്യങ്കുന്ന് പഞ്ചായത്തിൽ ഒരേ ഒരു വാർഡ് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം NDA വിജയിച്ചത്. ഒരൊറ്റ വാർഡിൽ മാത്രം 1.5 കോടി രൂപയുടെ വികസനം ഒരു പഞ്ചായത്ത് മെമ്പർക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് ഏൽപ്പിച്ചാൽ ആ പഞ്ചായത്തിന്റെ വികസനം എന്തായിരിക്കുമെന്ന് നേരിട്ട് നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന വോട്ടർമാരോട് ഇത്തവണ നിങ്ങൾ പരമ്പരാഗതമായി ചെയ്തു വരുന്ന നാരായണത്ത് പ്രാന്തൻ്റെയൊക്കെ മന്ത് മാറ്റി വെക്കുന്ന പരിപാടി മാറ്റിവെച്ച് ഒരു തവണ BJPക്ക്, ഭാരതീയ ജനതാ പാർട്ടിക്ക്, NDAക്ക് പായം പഞ്ചായത്ത് ഭരിക്കാനുള്ള അവസരം നൽകിയാൽ നമുക്ക് ലോകത്തിലെ നമ്പർ 1 പഞ്ചായത്തായി പായത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ഇപ്പോൾ പായം പഞ്ചായത്തിലാണ് ആര് ജയിക്കും ആര് ഭരിക്കും എന്ന പരിപാടിയുള്ളത്. ഏതായാലും LDF പറയുന്നത് LDFിൻ്റെ ഈ കോട്ട, ഉരുക്ക് കോട്ട സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നാണ്. ആ കോട്ടയിൽ വിള്ളൽ വരുത്തുമെന്നാണ് UDF പ്രതിനിധി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ പായം പഞ്ചായത്തിൽ താമര വിരിയുമെന്നാണ് BJPയുടെ പ്രതിനിധിയും പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അടുത്ത സ്ഥലത്ത് കാണുന്നവരെ നന്ദി, നമസ്കാരം.